Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala rasulihil amin wa ala alihi wa ashabihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Rabbi yassir wa la tu'assir wa tammim bil khair. Allahumma anfa'na bima 'allamtana wa 'allimna ma yanfa'una. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع وقلب لا يخشع ونفس لا تشبع ودعاء لا يستجاب لها. ربنا زدنا علما. അൽഹംദുലില്ലാ വബില്ലാഹി തൗഫീഖ്. ഇന്ന് നമ്മൾ സൂറത്തുൽ ബയ്യിനയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, വളരെ കനമേറിയിട്ടുള്ള സൂറത്താണ്. ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നിട്ടും പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അത് ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ട് പഠിച്ചു എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് വന്നത്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് ഈ സൂറത്ത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സൂറത്തിലൂടെ നമ്മളുടെ ദീൻ എന്താണെന്ന് നല്ല സ്ട്രോങ് ആയിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ജീവിക്കാനും തൗഫീഖ് റബ്ബ് നൽകട്ടെ, അമീൻ. അപ്പൊ സൂറത്തുൽ ബയ്യിന വിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ അധ്യായമാണ്. 8 ആയത്തുകളാണുള്ളത്. ഇത് മദീനയിലാണ് എന്നാണ് നമുക്ക് പ്രബലമായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷെ അതുപോലെ തന്നെ പ്രബലമായിട്ട് മക്കയിലാണ് അവതരിപ്പിച്ചത് എന്നും നമുക്ക് രേഖകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏതാണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് അറിയാനുള്ള തൗഫീഖ് നൽകട്ടെ, ആമീൻ. എന്തായാലും ഈ ഒരു സൂറത്തിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കയിലാണ് അവതരിപ്പിച്ചത്, മദീനയിലാണ് അവതരിപ്പിച്ചത് എന്നുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സൂറത്തിലൂടെ അഹ്ലുൽ കിതാബിനെ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലേ, ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് എന്ന് പറയുന്നുണ്ട്. അഹ്ലുൽ കിതാബ് നമുക്കറിയാം, വേദക്കാർ കൂടുതലായിട്ടും മദീനയിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മക്കയാണ് ഈ ഒരു സൂറത്ത് അവതരിപ്പിച്ചത് എന്ന് പറയുന്നവർ പറയുന്നുണ്ട്. എന്ത്, അഹ്ലുൽ കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്ന അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. വല്ലാഹു അഅലം. അതുപോലെ തന്നെ മക്കയിലാണ് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് പറയാം, മക്കയിലായിരുന്ന സമയത്ത് തന്നെ എന്താണ് നമ്മളുടെ ഹൃദയം പ്യൂരിഫൈ ചെയ്യണം എന്നുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ആ ഹൃദയ ശുദ്ധീകരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി ആയതുകൊണ്ടും അത് മക്കിയാണ് എന്നുള്ള രീതിയിലുണ്ട്. പക്ഷെ ഇവിടെ മറ്റൊരു അഭിപ്രായത്തിൽ പറഞ്ഞ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള സക്കാത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് എന്നും അഭിപ്രായമുണ്ട്. അല്ലാഹു അഅലം. എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് അഭിപ്രായവും ഒരുപോലെ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് മക്കിയാകാം അല്ലെങ്കിൽ മദനിയാകാം. മക്കയുടെ അവസാന സമയത്താണ് അല്ലെങ്കിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ ഉടനെയാണ് എന്നും ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തലാഖിന് ശേഷമാണ് ഈ ഒരു സൂറത്ത് അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്നും അഭിപ്രായത്തിലുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ സൂറത്തിന്റെ നാമങ്ങളിലേക്ക് പോകാം. സൂറത്ത് ലം യകുനിൽ ലദീന കഫറു എന്ന് പറയുന്നുണ്ട്. അതായത് ഏറ്റവും ആദ്യത്തെ ആ ഒരു ഭാഗം വെച്ചിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സൂറത്തിന് മറ്റൊരു നാമം വരാൻ കാരണം. രണ്ടാമത് സൂറത്തുൽ ബയ്യിന, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബയ്യിന. പിന്നെ സൂറത്തുൽ ഖയ്യിമ. സുബ്ഹാനല്ലാഹ്, ഖയ്യിമ എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, അപ്രൈറ്റ് ആയിട്ട് വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഖയ്യിമ, ഖിയാമ, അല്ലെ. അപ്പോൾ അതാണ് സൂറത്തുൽ ഖയ്യിമ മറ്റൊരു പേര്. പിന്നെ സൂറത്തു അഹ്ലുൽ കിതാബ്. പിന്നെ മറ്റൊന്ന് സൂറത്തുൽ ബരിയ്യ. സുബ്ഹാനല്ലാഹ്, ഖൈറുൽ ബരിയ്യ, ഷർറുൽ ബരിയ്യ ഒക്കെ ഈ സൂറത്തിൽ വരുന്നുണ്ട്. പിന്നെ സൂറത്തുൽ മുൻഫക്കീൻ എന്നൊക്കെ നമുക്ക് എന്താണ് ഇൻഷാ അല്ലാഹ് വഴി മനസ്സിലാക്കാം. സുബ്ഹാനല്ലാഹ്, ഇത്രയൊക്കെയാണ് ഈ ഒരു സൂറത്തിന് മറ്റു നാമങ്ങളായിട്ട് വരുന്നത്. ഇനി ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹദീസും കൂടെ നമുക്ക് കേൾക്കാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം പറയാണ്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു നിങ്ങളോട് ഈ ഒരു സൂറത്ത് നിങ്ങളിലേക്ക് ഈ ഒരു സൂറത്ത് റിസൈറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഉബയ്യ് കഅബ് ചോദിക്കണം, അള്ളാഹു എൻ്റെ പേരെടുത്ത് പറഞ്ഞോ നിങ്ങളോട് എന്ന് ചോദിക്കണം, യാ റസൂലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് സുബ്ഹാനല്ലാഹ് സന്തോഷത്തിന്റെ കണ്ണുനീരൊഴുകി എന്ന് പറഞ്ഞത്. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, നമ്മൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആ റബ്ബ് നമ്മളുടെ പേരെടുത്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. നമ്മളത് ചിലപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടല്ലേ, അള്ളാഹുവിന്റെ മലായിക്കത്തുകളോട് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളുടെ പേര് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞു എന്നുള്ളത്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കുകയും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ ഉന്നത സൗധത്തിൽ എന്താണ് പറയാ പ്രഖ്യാപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഉബൈബിന് കഅബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ എന്താണ് ഖുർആനിൽ വളരെയധികം അറിവുള്ള വ്യക്തിയായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായിരുന്നു, ഏതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് ആയത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലാഹു റസൂലുഹു അലം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിനക്ക് എന്താണ് അറിയാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയ്ക്കും എന്താണ് പറയുക, അള്ളാഹുവിന്റെ കണ്ണിൽ അത്രയ്ക്കും എന്താണ് ശ്രേഷ്ഠതയുള്ള വ്യക്തിയും കൂടെയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു സൂറത്ത് പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പഠിച്ച സൂറത്ത് അങ്ങനെ സ്റ്റക്കായി കിടക്കണം. എന്നിട്ട് ആ ഒരൊറ്റ ആയത്താണെങ്കിലും അതെപ്പോഴും നമ്മളിങ്ങനെ എന്താണ് പല രീതിയിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നിങ്ങനെ കറങ്ങണം എന്നുള്ളൊരു ചെറിയൊരു ടിപ്പും കൂടെ പറയാം കേട്ടോ. കാരണം എന്താണ് പറയുക, എന്താണ് ഒരു എന്താണ് പറയുക ഒരായത്തുമില്ലാത്ത ഒരു വീട്, അല്ലെങ്കിൽ ഖുറാനിൽ നിന്നും ഒന്നുമില്ലാത്തൊരു ഹൃദയം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണ് എംപ്റ്റി ഹാർട്ടിൽ അല്ലെങ്കിൽ മരിച്ച ഹൃദയമാണ്. അപ്പം നമ്മൾ ഖുറാൻ പാരായണം ചെയ്ത് കഴിഞ്ഞത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വായിൽ പാട്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ് വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയം സത്യം പറഞ്ഞാൽ എംപ്റ്റി ആണ് അല്ലേ. അപ്പം നമ്മൾ ഏതൊരു ആയത്ത് പഠിച്ചപ്പോൾ നമ്മൾ ലം യകുല്ലദീന കഫറു ഈ ഒരു സൂറത്ത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ, അൽഹംദുലില്ലാഹ്. അപ്പം നമ്മൾ ഇതിൻ്റെ റെസിറ്റേഷൻ കേട്ടിട്ടായാലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു സൂറത്ത് നമ്മൾ പല രീതിയിലായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. കാരണം അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൽ അത് നിറക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമുക്കറിയാം ഖുർആൻ കൂടുതലായിട്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ബറക്കത്തും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വിശാലതയും അതുപോലെ സന്തോഷവും ഒക്കെ നിറക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കുക, നമ്മളുടെ എന്താണ് പറയുക വീട് വിശാലമാകാൻ, അതുപോലെ തന്നെ മലായിക്കത്തുകൾ നമ്മളുടെ ചുറ്റും ഉണ്ടായിരിക്കാൻ, ശൈത്താൻ നമ്മളുടെ വീട്ടിൽ നിന്നും ഓടിപ്പോകാനൊക്കെ എന്താണ് നമ്മൾ കൂടുതലായിട്ടും ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മളുടെ ഹൃദയത്തിൽ ഖുർആൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഡിപ്രഷനും അതുപോലെ തന്നെ വിഷമവും അതുപോലെ എന്താ പറയുക ശൈത്താനും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഈ ഒരു സൂറത്തും അതിന് മുമ്പും ശേഷമുള്ള സൂറത്തൊക്കെ ആയിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കാം. സൂറത്തുൽ അലഖ്, പിന്നെ സൂറത്തുൽ ഖദർ, സൂറത്തുൽ ബയ്യിന, ഇത് ഒരേ ഒരു ലെവലിൽ പോകുന്നത്. പിന്നെ അതിന് ശേഷം സൂറത്തുൽ സൽസല, ഇങ്ങനെയാണ് പോകുന്നത്. സൂറത്തുൽ അലഖ് നമുക്കറിയാം അല്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല എങ്ങനെയാണ് ഏറ്റവും ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ എത്തിച്ചിട്ടുള്ളത് എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ് സൂറത്തുൽ അലഖിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ. പിന്നെ സൂറത്തുൽ ഖദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഒരു സൂറ അൽ അലഖിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ അല്ലേ. ഇനി മൂന്നാമതായിട്ട് സൂറത്തുൽ ബയ്യിനയിലൂടെ ഈ ലൈലത്തുൽ ഖദറിലൂടെ ഇറക്കിയിട്ടുള്ള ആ ഒരു കിതാബ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഖുർആൻ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഭൂമിയിലേക്ക് എത്തിയതോട് കൂടി ഉണ്ടായിട്ടുള്ള എന്താണ് ഇമ്പാക്റ്റ് കോൺസിക്വൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ സൂറത്തുൽ ഖദറിൽ നമുക്കറിയാം എന്താണ് പറയുക ഫുള്ളും ഒരു രാത്രിയായിരുന്നു അല്ലേ. ലൈല പറയുന്നുണ്ട്, അതുപോലെ ഹത്താ മത്ലഅൽ ഫജ്ർ പ്രഭാതം എത്തുന്നത് വരെ, അതൊക്കെ ഒരു രാത്രി സിഗ്നിഫിക്കൻസ് ആയിരുന്നു. എന്നാൽ ബയ്യിന എന്നുള്ളത് മുഴുവനും ലൈറ്റാണ് അല്ലേ. കാരണം ബയ്യിന എന്ന് പറഞ്ഞാൽ പ്രൂഫ് അല്ലെങ്കിൽ തെളിവ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ലൈറ്റാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു തആല ഡാർക്ക്നെസ്സും ലൈറ്റും, അതായത് ഒരു കോൺട്രാസ്റ്റ് അവിടെ കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ സൂറത്തുൽ ഖദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല സലാമുൻ ഹിയ ഹത്താ മത്ലഅൽ ഫജ്ർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് ആർക്കാണ് സലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു സൂറത്തിന്റെ അവസാനത്തിലൂടെ പറയുന്നുണ്ട്. ആർക്കാണ്? ദാലിക ലിമൻ ഖശിയ റബ്ബഹ്, അള്ളാഹുവിനെ എന്താണ് അള്ളാഹുവിനെ എന്താണ് പറയുക ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ആ ഒരു മാഗ്നിഫിസൻറ്റ്, അള്ളാഹുവിൻ്റെ ആ ഒരു ഗ്രേറ്റ്നെസ് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് എന്ത് ഈ ഒരു സലാം ഉള്ളത് അല്ലേ. നമുക്കറിയാം മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സലാം കിട്ടില്ല. സലാമുൻ ഹിയ ഹത്താ മത്ലഅൽ ഫജ്ർ ആർക്ക് മാത്രമാണ്? ദാലിക ലിമൻ ഖശിയ റബ്ബ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി എന്താണ് നമ്മുടെ സൂറത്തിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ എന്താണ് പറയുക
ഡിഫിക്കൽട്ടായിട്ടുള്ള ആയത്തുകളാണ്. സത്യം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഏറ്റവും നന്നായിട്ട് അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ആയത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ വ്യക്തമായ തെളിവ് തങ്ങൾക്ക് കിട്ടുന്നതുവരെ അവിശ്വാസത്തിൽ നിന്ന് വേറിട്ട് പോരുന്നവരായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ലം യക്കുൻ, ഇവിടെ ലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നെഗേഷനാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഇല്ലായ്മ കാണിക്കാണ്, ഒരിക്കലും എന്ന അർത്ഥത്തിൽ. ലം യക്കുനില്ലദീന, ഒരിക്കലും ആവുകയില്ല ആര്, അക്കൂട്ടർ. അല്ലദീന കഫറൂ, അല്ലദീന കഫറൂ എന്ന് പറഞ്ഞാൽ ആരാണ്? സത്യനിഷേധികൾ, അല്ലെങ്കിൽ സത്യനിഷേധികൾ ഒരിക്കലും ആവുകയില്ല. ആ സത്യനിഷേധികൾ ആരൊക്കെയാണ്? മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ, വേദക്കാരിലും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളിലും പെട്ട. മുൻഫക്കീന, മുൻഫക്കീന എന്നുള്ള വാക്കിനും എന്താണ് പറയുക, ടു ബി സെപ്പറേറ്റ്, അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് പോവുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, മുൻഫക്കീന നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, ഹത്താ എന്ന് പറഞ്ഞാൽ വരെ, തഅതിയഹും വരുന്നത്. അപ്പൊ എന്താണ് പറയാ, വരുന്നത് വരെ, അല്ലെങ്കിൽ കിട്ടുന്നത് വരെ. എന്ത്? അൽ ബയ്യിന, സുബ്ഹാനല്ലാഹ്, വ്യക്തമായ തെളിവ്. ഇതാണ് ഒരു ആയത്തിന്റെ എന്താണ് പറയാ, വേർഡ് ടു വേർഡ് മീനിങ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത്തിരി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. അപ്പോൾ അതിനു മുമ്പായിട്ട് കഫറ എന്നുള്ള വാക്കിൻ്റെ ഒരു എന്താണ് ബ്യൂട്ടി നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ചില വാക്കുകൾ വളരെ എന്താണ് പ്രിസൈസ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കുന്നത് നമുക്ക് നോക്കാം. കഫറ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഒളിപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ എന്താണ് അത് ഫുള്ളായിട്ട് എന്താണ് റിജക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമൊക്കെയാണ്. അതേ സെയിം റൂട്ട് ലെറ്റർ ഫ കാഫ്ര എന്താണ് ഫിക്കർ. ഫിക്കർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എത്തഫക്കറൂൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതാരാണ്? സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്ന ആളുകളാണ്. അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ കഫറ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക, ചിന്തിക്കാതെ റിജക്റ്റ് ചെയ്യുന്നവർ. ഫിക്കർ എന്ന് പറഞ്ഞാലോ ഡീപ്ലി തിങ്ക് ചെയ്യുക ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്, എന്നിട്ട് അതിൽ വിശ്വസിക്കുക. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ വാക്കുകളാണ് അമലും ഇൽമും, അല്ലെ, രണ്ടും കണക്റ്റഡ് ആണ്. അതുപോലെയാണ് ഷിർക്കും ശുക്റും. ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ആരാണ്? അള്ളാഹുവിന് യഥാർത്ഥത്തിൽ ശുക്ർ ചെയ്യാത്ത ആളുകളാണ് ഷിർക്ക് ചെയ്യുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ജസ്റ്റ് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ ലം യകുനിൽ ലദീന കഫറൂ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ എന്താണ്, ഈ എന്താണ് അവിശ്വസിച്ച ആളുകൾ, അതായത് വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ എന്താണ് പറയാ, അവരൊരിക്കലും അവർ എന്താണ് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ലദീന കഫറു, അവർ വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളും പെട്ട സത്യനിഷേധികളും തങ്ങൾക്ക് കിട്ടുന്നത് വരെ വേറിട്ട് പോരുന്നവരല്ല. എന്തിൽ നിന്നും? ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അതായത് വ്യക്തമായിട്ടുള്ള തെളിവ് തങ്ങൾക്ക് കിട്ടുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാലും ഇവിടെ എന്താണ് കുറേ അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൽ വളരെ കുറച്ച് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് പറയുക, ഈ അഹ്ലുൽ കിതാബിൻ്റെയും മുശ്രിക്കുകളുടെയും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അവർ പറയാണ് വ്യക്തമായിട്ടുള്ള തെളിവ് വന്നാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നുള്ളത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്നാലും നമുക്കറിയാം അല്ലെ, അൽ ബയ്യിന എന്ന് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും വന്നിട്ടും ഒരുപാട് ആളുകൾ വീണ്ടും ആ ഒരു സത്യനിഷേധത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സത്യനിഷേധികളായിട്ടുള്ള അഹ്ലുൽ കിതാബിലും അതുപോലെ തന്നെ മുശ്രിക്കുകളും പെട്ടിട്ടുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവിടെ പറയുന്നത് എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്, അവർ സൂറത്തുൽ ആലി ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർ പറയാണ്, അള്ളാഹു എന്താണ് ഞങ്ങൾക്കൊരു ഖുർബാൻ എത്തിക്കുകയും അങ്ങനെ ആ ഒരു ഖുർബാൻ ആകാശത്തു നിന്ന് ഒരു തീ വന്നിട്ട് അതിന് തിരിച്ച് കഴിക്കുകയും ചെയ്താൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് അഹ്ലുൽ കിതാബ് പറയാണ്. അതുപോലെ തന്നെ എന്താണ് മറ്റേ മുശ്രിക്കായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്, എന്താണ് പറയാ, ഞങ്ങൾക്ക് ഒരു എന്താണ് പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാണർ വന്നാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എന്താണ് പറയുക പ്രൂഫുകൾ കാണിച്ചു തരണം, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ പോലത്തെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരണം എന്ന് അവർ പറയണം. അങ്ങനെ അത് വന്നാൽ ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കും എന്ന്
ബഹുദൈവ വിശ്വാസികളും അതുപോലെ തന്നെ അഹ്ലുൽ കിതാബും പറയുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബിനെയും മുശ്രിക്കുകളെയും സെപ്പറേറ്റ് ആയിട്ട് ഇതാക്കിയത്? അവർ രണ്ട് ആളുകളും സത്യം നിഷേധിക്കുന്ന കൂട്ടർ തന്നെയാണല്ലോ, അല്ലെ? അപ്പൊ ഒന്നാമതായിട്ട് അഹ്ലുൽ കിതാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അഹ്ലുൽ കിതാബിനെയും ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താണ്? അവർക്കറിയാം അള്ളാഹു ഒരു പ്രവാചകനെ അയക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഓൾറെഡി അറിയാം, അല്ലെ? കാരണം അവര് എന്താണ് ആ ഒരു പ്രവാചകനെ കാത്തിരിക്കുകയായിരുന്നു. അവർ സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്, എന്താണ്, ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ പ്രവാചകർ വന്നാൽ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി അവർക്ക് കുറച്ചൊക്കെ വിശ്വാസമുണ്ട് അള്ളാഹുവിലും അതുപോലെ തന്നെ ഖിയാമത്ത് നാളിലും അതുപോലെ മലക്കുകളിലും പ്രവാചകന്മാരിലും ഒക്കെ അവർക്ക് ചെറുതായിട്ട് പല രീതിയിലുള്ള അവരുടേതായിട്ടുള്ള അത് കുറെ തെറ്റിച്ച രീതിയിലാണെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ മുശ്രിക്കുകളോ, അവർക്ക് അതിനെക്കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകെ അറിയാം എന്താണ്, എല്ലാ കാണുന്ന പ്രതിഭകളും എല്ലാതും ദൈവങ്ങളാണ് എന്നുള്ള രീതിയിലായിരുന്നു മുശ്രിക്കുകൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടായിട്ട് കാണിക്കാൻ കാരണം. പക്ഷെ അവര് രണ്ടു കൂട്ടരും എന്താണ്, അള്ളാഹുവിൽ അവിശ്വസിച്ച കൂട്ടർ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അള്ളാഹുവിനല്ലാത്ത എല്ലാത്തിനെയും ആരാധിക്കുന്നവരാണ്. എന്നാൽ അഹ്ലുൽ കിതാബ് അള്ളാഹുവിനെയും ആരാധിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്താണ്, അവര് അതിൽ എന്താണ് പറയാ, വേറെ അള്ളാഹുവിന് സണ്ണുണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് പറയാ, അവര് അവരുടെ പ്രവാചകന്മാർ പറഞ്ഞ പോലെ ചെയ്യുള്ളൂ എന്നോ അങ്ങനെയൊക്കെ പല രീതിയിലും പറയുന്ന ആളുകളാണ്. പക്ഷെ പിന്നീട് അതെല്ലാതും എന്താണ് മാറ്റിമറിക്കപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തായാലും ഇവരുടെ കിതാബുകളിൽ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രവാചകൻ വരാനുണ്ടെന്നല്ലേ. അതായത് ആരിഫൂനഹു കമാ ആരിഫൂന അബ്നാഅഹും, അവർക്ക് സ്വന്തം മക്കളെ പോലെ അറിയായിരുന്നു എന്ത്, ഒരു പ്രവാചകന് എന്തൊക്കെയാണ് പ്രവാചകൻ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ അത്രയും ക്ലിയർ ആയിട്ട് അവർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവരെന്താണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഫക്കീൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. മുൻഫക്കീൻ എന്നുള്ളത് മുൻഫക്ക് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ്. അല്ലെങ്കിൽ എന്താണ് പറയാ, ഫക്ക യുഫക്ക്, ഒരു മിനിറ്റ്, ഫക്ക യുഫക്കു എന്നുള്ളതിൻ്റെ എന്താണ് പറയാ, അതിൽ നിന്ന് വരുന്ന വാക്കാണ് മുൻഫക്കീൻ. നമ്മൾ ഫക്കു റക്കബ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഫക്ക എന്ന് പറഞ്ഞാൽ? സത്യം പറഞ്ഞാൽ ഫ്രീ ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ള അർത്ഥമാണ്. മുൻഫക്കി എന്ന് പറഞ്ഞാൽ വൺ ഹു സെപ്പറേറ്റ് ദംസെൽസ്, അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് തന്നെ സെപ്പറേറ്റ് ആകുന്ന എന്നുള്ള അർത്ഥമാണ്. അതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫക്കലാവും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോണില്ലേ, ആ ബോണ് അതിൻ്റെ എന്താണ് പറയുക പ്ലേസിൽ നിന്നും സെപ്പറേറ്റ് ആയി പോകും. ഭയങ്കര പെയിൻ ആയിരിക്കില്ല. നമ്മൾ ജോയിൻറ്റ് ഡിസ്ലൊക്കേഷനൊക്കെ വന്നാൽ ഭയങ്കര പെയിൻ ആയിരിക്കും. കാരണം എന്താണ്, അതിൻ്റെ യഥാർത്ഥ നേച്ചറിൽ നിന്നും അത് മാറിപ്പോകുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ ഈ ഫക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണ് വളരെ പ്രയാസകരമായിട്ട് ഭയങ്കര പെയിനോട് കൂടി എന്താണ് പറയുക, ഒരിക്കലും എന്താണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിൽ നിന്നും സെപ്പറേറ്റ് ആയി പോകുന്നതാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു ലോക്ക് അത് പൊട്ടിപ്പോയാൽ അതിനെന്താണ് ഈ ഒരു വാക്കാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ അഹ്ലുൽ കിതാബിനും മുശ്രിക്കുകൾക്കും അവർ ഭയങ്കരമായിട്ട് അവരുടെ എന്താണ് കൾച്ചറിലും അവരുടെ നേഷനായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രോങ്ലി കണക്റ്റഡ് ആയിരുന്നു. അവർ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ബയ്യന അതിന് ശേഷം അതിൽ നിന്നും എന്താണ് പറയുക സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു സത്യമതത്തിലേക്ക് എന്താണ് പറയുക സെപ്പറേറ്റ് ആയിട്ട് പോകുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൾട്ട് ടാസ്ക് ആണ്. എന്നാൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോയാലോ പിന്നീട് അതിലേക്ക് ഒരിക്കലും അവർ തിരിച്ചു പോവുകയുമില്ല. ആ ഒരു വാക്കിനാണ് മുൻഫക്കീൻ എന്ന് ഉപയോഗിക്കുക. ഒരു പെയിൻഫുൾ സെപ്പറേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ലിവിങ് ഇൻ സെപ്പറേഷൻ ഫ്രം കുഫർ ആൻഡ് ഷിർക്ക്, ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും കംപ്ലീറ്റ്ലി എന്താ പറയുക സെപ്പറേറ്റ് ചെയ്തിട്ട് ഇഗ്നോർ ചെയ്തിട്ട് പിന്നീട് എന്താണ് പറയുക ഇസ്ലാമിലേക്ക് എൻട്രി ചെയ്യുന്നതിനാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു ലൈഫ് ചേഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയാം അല്ലേ. നമുക്കറിയാം അത് എന്താണ്, ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു വ്യക്തി മുസ്ലിം ആകുമ്പോൾ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് അല്ലേ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് സ്ട്രെങ്തോടു കൂടി ഒരുപാട് പെയിൻ സഫർ ചെയ്തിട്ട് തന്നെയാണ് ഒരു വിശ്വാസിയായിട്ട് മാറുന്നത്. പക്ഷെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയിട്ട്, മുഖ്ലിസീനായിട്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ പിന്നെന്താ പറഞ്ഞാൽ ഹത്ത തഅതിയഹുൽ ബയ്യിന. അവിടെ തഅതിയഹും എന്നുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ വർത്തമാനകാലത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതായത് എന്താണ് ബയ്യിന എന്താണ് വന്നുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിങ്ങനെ എപ്പോഴും എന്താണ് അള്ളാഹുവിൻ്റെ ബയ്യിന നമ്മളുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് കിട്ടിയാൽ എന്താണ് പിന്നെ നമ്മൾ അതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് പോകണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, പക്ഷെ എന്താണ് ഈ ആളുകൾ ഇത്രയും ഒക്കെ വന്നിട്ടും അവരെന്താണ് അതിൽ തന്നെയാണുള്ളത് അല്ലേ. അപ്പം ഇത് അള്ളാഹു സുബ്ഹാനഹു ഒരു ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഒരു സത്യ നിഷേധികളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അവർ പറയണ ഞങ്ങൾക്ക് സത്യമായിട്ടുള്ള എന്താണ് പറയാ, ഞങ്ങൾ വിചാരിച്ച വ്യക്തമായിട്ടുള്ള തെളിവ് വന്ന് കിട്ടിയാൽ ഞങ്ങൾ ഇതിൽ നിന്നും എന്തായാലും വേറിട്ട് മാറിപ്പോകും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈവൻ എന്താണ് ഈ ഒരു സമയത്ത് ജാഹിലിയ കാലത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് 4 തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അതായത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലും പുറത്തും നല്ല ആളുകൾ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലെ, എന്താണ് ആളുകൾ എപ്പോഴും വിശ്വസിച്ച കൂട്ടത്തിൽ തന്നെയായിരുന്നു. ഇനി രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നല്ല സ്വഭാവമാണ്, പക്ഷെ പുറത്തേക്ക് അതാർക്കും അറിയില്ല. ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഇവരൊന്നും എന്താണ് അവർ ആളുകൾക്കൊക്കെ പേടിയുള്ള ആളുകളായിരുന്നു അല്ലെ. പിന്നെ മൂന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ബാഡാണ് പക്ഷെ പുറത്തേക്ക് ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്ന അബൂജഹലിനെ പോലെ ആളുകൾ, അബുൽ ഹക്കം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എന്താണ് ബുദ്ധിയുള്ള വ്യക്തി എന്നൊക്കെയാണ് അബൂജഹലിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഉള്ളിൽ വളരെ മോശം വ്യക്തിയായിരുന്നു. നാലാമതായിട്ട് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് അബൂ ലഹബിനെ പോലെ പുറത്തേക്കും ബാഡാണ് ഉള്ളിലും ബാഡാണ്. അങ്ങനെ ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു എന്താണ് ബയ്യനെ കൊണ്ടുവന്നിട്ട് ഈ ആളുകളൊക്കെ സെപ്പറേറ്റ് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള എന്താണെന്നുള്ളത് പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സത്യം കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ബയ്യനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ആളുകൾ സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നത്. അതായത് അള്ളാഹുവിൻ്റെ ഈ ഒരു ബയ്യന വന്നപ്പോൾ എന്താണ് ആരുടെ ഹൃദയമാണോ സത്യമായിട്ട് നിൽക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നു. ആരുടെ ഹൃദയമാണോ ബാഡ് ആയിട്ടുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഈ ഒരു ബയ്യന കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയാ, ഒരുപാട് ആളുകളുടെ ഹൃദയത്തിലുള്ള നന്മ കാണിക്കുകയാണ്. വറഖ ഇബ്നു നൗഫൽ അല്ലെ, അവരാണ് ഏറ്റവും ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഒരു ജൂതനായിരുന്നു അല്ലെ, അദ്ദേഹം എന്താണ് ഈ ഒരു സത്യം വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സ് ആകെ തണുത്തു, എന്നാൽ ഹംബിളായി ഇസ്ലാം സ്വീകരിച്ചു. അതുപോലെ മറ്റൊരു വ്യക്തിയാണ് നജ്ജാഷി അല്ലെ, കാരണം എന്താണ് അവരുടെ ഹൃദയത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നന്മ ഈ ഒരു ബയ്യന അവരിലേക്ക് എത്തിയപ്പം അത് പുറത്തേക്ക് തെളിഞ്ഞു വന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഡിഫറെന്റ് സെക്സ് എന്താണ് പറയാ എക്സ്പോസ് ചെയ്യാൻ ഉള്ള ഒരു മെയിൻ കാരണമായിട്ട് വെക്കുന്നതാണ് അൽ ബയ്യന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇവന്റെ ക്ലിയറസ്റ്റ് ആൻഡ് എന്താ പറയാ പ്യുവർ പ്രൂഫ് വന്നിട്ടും എന്താണ് പറയാ ചില ആളുകൾക്ക് അതിൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത് അവരുടെ അഭിപ്രായമാണ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്ന് പറയുന്നത്. അല്ലാഹു അഅലം. ഇനി എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അല്ലദീന കഫറു എന്ന് പറയാൻ കാരണം? അപ്പം ആരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് അവർ വിശ്വസിക്കാത്തവർ അല്ലെങ്കിൽ സത്യം നിഷേധിക്കുന്നവർ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചിട്ടാണ്? ആരെയാണ് അവർ നിഷേധിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് റസൂലും മിനല്ലാഹി യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറ. റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ, മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന്, യത്ലൂ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത്? സുഹ്ഫൻ. സുഹ്ഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഏടുകൾ അല്ലെങ്കിൽ പേജസ്. മുതഹ്ഹറ എങ്ങനത്തെ പേജുകളാണ്? പരിശുദ്ധമായിട്ടുള്ള. അപ്പോൾ അതായത് പരിശുദ്ധി നൽകപ്പെട്ട ഏടുകൾ ഓതി കേൾപ്പിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ വരുന്നത് വരെ, ഹത്താ യഅ്തിയഹുമുൽ ബയ്യിന എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ആ ദൂതൻ വരുന്നത് വരെ എന്നുള്ള അർത്ഥം അവിടെ കൊടുക്കാൻ കാരണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ റസൂലും മിനല്ലാഹ് അല്ലെ, എന്താണ് ബയ്യിന? അപ്പം ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന, ആ ബയ്യിനനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ്. എന്താണ് ബയ്യിന? റസൂലും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ. റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു റസൂൽ എന്ന അർത്ഥമാണ്, പക്ഷെ റസൂലും മിനല്ലാഹ് എന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു തഅ്ദീം ഫോമിലാണ്. അതല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന രീതിയിൽ അള്ളാഹുവിൽ നിന്നുമുള്ള ദൂതർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുൻ മിനല്ലാഹ് ഈ ഒരു തൻവീൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ നക്കിറ ഫോമിൽ വരുമ്പോൾ അത് രണ്ട് രീതിയിലാകാം. ഒരു ദൂതൻ എന്ന് കാണിക്കാനും അതിൻ്റെ ഗ്രേറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ്? കാന ഖുൽഖുഹു ഖുർആൻ അല്ലെ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ തന്നെ പറയുന്നുണ്ട് നമുക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാക്ടിക്കലായിട്ട് എന്താണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീൻ എന്ന് കാണിക്കുന്ന ആ ഒരു ഖുർആന്റെ പ്രാക്ടിക്കൽ രൂപമാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത്? യത്ലൂ സുഹ്ഫൻ മുത്തഹറ, പരിശുദ്ധി നൽകപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഏറ്റവും എന്താണ് പ്യൂരിഫൈഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സ് റിസൈറ്റ് ചെയ്യുന്ന റസൂലിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബയ്യിനയായിട്ട് വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്കറിയാം ഒരു ദഅവ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ് ഇങ്ങനെ ഇതാണ് ഇസ്ലാം, ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അല്ലേ, പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളത് പ്രതിഫലിപ്പിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണ്? എല്ലാതും ഏടുകളിലും അല്ലെങ്കിൽ എല്ലായിടത്തും പോസ്റ്റുകളിലൊക്കെ ഭയങ്കര നല്ലതാണ്, പക്ഷെ ഒരു മുസ്ലിമിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ കാണിച്ചിട്ട് ഇതാണ് നിങ്ങളുടെ ഇസ്ലാം എന്ന് എന്താണ് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. കാരണം നമ്മൾ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറയെങ്കിലും അപ്പുറത്ത് നമ്മുടെ പ്രവർത്തികൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ദഅവ സത്യം പറഞ്ഞാൽ ഫെയിലിയർ ആണ് അല്ലേ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവ ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു. കാന ഖുൽഖുഹു ഖുർആൻ, ഖുർആനിൽ എന്താണോ എന്നുള്ളത് ആ തിയറി മുഴുവനായിട്ട് പ്രാക്ടിക്കലായിട്ടും റസൂൽ മിൻ അല്ലാഹ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ബയ്യിന. 2 ബയ്യിനയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. റസൂലും ആ റസൂൽ പാരായണം ചെയ്യുന്ന സുഹ്ഫ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പക്ഷെ ചില ആളുകളുണ്ട്, ഞങ്ങൾ ഖുർആൻ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, റസൂൽ സാധാ മനുഷ്യനാണ്, റസൂൽ ഞങ്ങൾ ഫോളോ ചെയ്യില്ല എന്ന് പറഞ്ഞു. മഅദല്ലാഹ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു മെൻഷൻ ചെയ്തിട്ടുണ്ട് റസൂലും മിൻ അല്ലാഹ്, അതാണ് ബയ്യിന. ആ ബയ്യിനയിൽ നിങ്ങൾ എന്താണ് പിൻപറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വഭാവത്തിലാണ് നീ ഉള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താണ് ഇഖ്റ അല്ലെങ്കിൽ എന്താണ് നീ എന്താണ് വായിച്ചു കൊടുക്കുന്നവൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. യത്ലു എന്ന് പറഞ്ഞാൽ തലാ യത്ലു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പിൻപറ്റുക എന്നുള്ള അർത്ഥം. അതായത് നമ്മൾ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാറില്ല, നമ്മൾ ഒരാളുടെ കാൽപ്പാട് പിൻപറ്റുന്നത് നമ്മൾ പറയുമ്പോൾ അതേപോലെ പോകാന്ന് പറയില്ലേ. അപ്പോൾ ടു ഫോളോ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നത്? ഖുർആനിലുള്ള വാക്കുകൾ അതേപോലെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് എന്ത് നമ്മളിലേക്ക് പാരായണം ചെയ്ത് തരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബുക്കിൽ നിന്നും അല്ലെങ്കിൽ ഒരു പേജിൽ നിന്നും എടുത്ത് വായിക്കായിരുന്നു അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ജിബ്രീൽ അലൈഹി ഇസ്ലാമിലേക്ക് എത്തിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഡയറക്റ്റ് അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ കൊത്തിവെച്ച് എഴുതിയ പോലെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് അത് പാരായണം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ. എങ്ങനെയാണ് ഈ ഒരു കിതാബ് ഈ ഒരു സുഹ്ഫ് മുത്തഹറയായിട്ട്, മുത്തഹറ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പരിശുദ്ധി നൽകപ്പെട്ട അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്യൂരിഫൈഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം. എന്തിൽ നിന്നൊക്കെയാണ് ഇത് പ്യൂരിഫൈഡ് ആയിട്ടുള്ളത്? എല്ലാ എന്താവിധ ഡീവിയൻ്റ് ആയിട്ടുള്ള ഐഡിയസിൽ നിന്നും, എല്ലാവിധ ഷിർക്കിൽ നിന്നും, എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും, എല്ലാ റോങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും, എല്ലാ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എന്താണ് പറയുക, ഈ ഒരു സുഹ്ഫ് മുത്തഹറ അല്ലെങ്കിൽ ഈ ഒരു സുഹ്ഫ് പരിശുദ്ധി നൽകപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൽ ഒന്നും തന്നെ ബാഡായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാ നല്ല ക്യാരക്ടേഴ്സും, എല്ലാ പ്യുവറായിട്ടുള്ള, എല്ലാ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈവൻ വിവാഹ ബന്ധങ്ങൾ പോലും അള്ളാഹു ഭയങ്കര പ്യുവറായിട്ടാണ് ഈ ഒരു ഖുർആനിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ എന്താണ് അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട, ഓണർ ചെയ്യേണ്ട, അതുപോലെ നമ്മൾ ഓണർ ചെയ്യണം. ഒരിക്കലും നമ്മൾ ഓവറാക്കാനും പാടില്ല, അല്ലെങ്കിൽ തീരെ എന്താണ് പറയുക കുറക്കാനും പാടില്ല. അതായത് ചില ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട് അവസാനം റസൂലിനെ ആരാധിക്കുന്ന അതുവരെ എത്താറുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടർ തീരെ റസൂലിനെ വില കൽപ്പിക്കാത്ത കൂട്ടരുണ്ട്. അപ്പം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അബ്ദുഹു ആണ് റസൂലുഹു ആണ് അല്ലേ. അള്ളാഹുവിൻ്റെ എന്താണ് പറയുക അബ്ദാണ്, അവൻ്റെ റസൂലാണ് എന്ന് പറയുന്നുണ്ട്. ആ 2 രീതിയിലും അള്ളാഹു പറഞ്ഞ രീതിയിൽ എന്താണ് വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ അല്ലേ. എന്താണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അതുപോലെ തന്നെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം, പക്ഷെ നമ്മളൊന്നിലും ലിമിറ്റ് കിടക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീറാണ്, നദീറാണ് അല്ലേ. ലിയകൂന ലിൽ ആലമീന നദീറ എന്ന് കേട്ടിട്ടുണ്ട്. റഹ്മത്തുൻ ലിൽ ആലമീനാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെ റസൂലിനെ എന്താണ് അർഹിക്കുന്ന രീതിയിലുള്ള എന്താണ് പറയുക
ഓണറിങ് റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. നമ്മളെ റസൂലാണ്, നമ്മളെ ലീഡറാണ്, നമ്മളെ നന്മയിലേക്ക് കൈപിടിച്ച് നയിച്ച നമ്മളുടെ പ്രവാചകനാണ്, നമ്മളുടെ ടീച്ചറാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണേണ്ടതുണ്ട്. ആ റസൂലിന് അള്ളാഹു നൽകിയിട്ടുള്ള വേദഗ്രന്ഥം ഖുർആൻ നമ്മൾ എങ്ങനെയാണോ അദ്ദേഹം നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതും നമ്മളുടെ മേലിൽ അള്ളാഹു സുബ്ഹാനഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നും ഇതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്താണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമാണ് ഏറ്റവും ബെസ്റ്റ് ഹൃദയം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഈ സുഹ്ഫ മുത്തഹറ അദ്ദേഹത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഈ ഒരു സുഹ്ഫ മുത്തഹറയിലുള്ളത്? ഫീഹ കുതുബുൻ ഖയ്യിമ. എന്താണ്? അവയിൽ അല്ലെങ്കിൽ ഈ ഏടുകളിൽ എന്താണുള്ളത്? വക്രതയില്ലാത്ത രേഖകളാണുള്ളത്. അതായത് ഫിഹ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ഇൻ ഇറ്റ്. ഹ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? മുമ്പത്തെ ആയത്തിൽ സുഹ്ഫ മുത്തഹറയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിലെന്താണുള്ളത്? കുതുബും ഖയ്യിമ. കുതുബ് എന്ന് പറഞ്ഞാൽ കിതാബിന്റെ പ്ലൂറലാണ് കുതുബ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവിടെ എന്താണ് ഒരു പുസ്തകം എന്നുള്ള അർത്ഥത്തിലല്ല വരുന്നത്, മക്തൂബ് എഴുതപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നമ്മള് എന്താണ് കുത്തിബ അലൈക്കുമുസ്സിയാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തു എന്ന് പറയാം, അതല്ലെങ്കിൽ എന്താണ് നിയമമാക്കി എന്നൊക്കെ പറയാം, ഒരു റൂളാക്കി എന്നൊക്കെ പറയാം. അപ്പം ഫിഹ കുതുബും ഖയ്യിമ. ഈ ഒരു സുഹ്ഫ മുത്തഹറയിൽ എന്തൊക്കെയുള്ളത്? അതിൽ എന്താണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഖയ്യിമയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എന്താണ് പറയാ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്രൈറ്റ് ആയിട്ടുള്ള എന്താണ് പറയുക മുസ്തഖീമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥം വരുന്ന ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ റൂൾസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു കാര്യങ്ങൾ നമ്മൾ പിൻപറ്റണം. ഈ കുത്തുബ് അല്ലെങ്കിൽ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ വക്രതയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്താണ് പറയാ അതിന് പിൻപറ്റണം എന്നുള്ള ഒരു ആഹ്വാനം കൂടെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്തിൽ അൽഹംദുലില്ലാഹി ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ എന്ന് പറയുന്നുണ്ട്. ഈ ഖയ്യിമൻ എന്ന് പറയുന്നത് എന്താണ്? അതിൽ ആദ്യം ഒരു എന്താണ് പറയാ ഒരു വളവും തിരിവൊന്നുമില്ല, അല്ലെങ്കിൽ എന്താണ് പറയാ ഒരു ഇവജും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഖയ്യിമൻ അപ്രൈറ്റ് ആയിട്ടുള്ളത്, സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഒരു സാധനം കിടത്തി വെച്ച് നമ്മൾ എന്താണ് ഇങ്ങനെ കുത്തനെ വെക്കുമ്പോൾ അതിൽ നിന്നും വേണ്ടാത്തതൊക്കെ പോകും അല്ലെ. അത് ഏറ്റവും എന്താണ് പറയാ എന്താണ് ഏറ്റവും കറക്റ്റായിട്ട് നിൽക്കുന്ന പൊസിഷനാണ് ഖയ്യിമ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഒരു നമ്മൾ ഏണി അത് നിലത്ത് കിടക്കുകയാണ്. ആ ഏണീനെ നമ്മൾ നിലത്ത് വെക്കുമ്പോൾ അതിനെക്കൂടെ ഒരു പ്രയോജനമില്ല. അത് നമ്മൾ കുത്തനെ വെക്കുമ്പോഴാണ് എന്ത് ആ ഏണി നമുക്ക് പ്രയോജനം ആയി പോകുന്നത് അല്ലെ. അതുപോലെ നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് മുസ്തഖീമായിട്ടുള്ള വഴി എന്ന് പറയുമ്പോൾ അത് എന്താണ് നേരെയാണ്, അതുപോലെ തന്നെ അത് കുത്തനെയാണ്. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പോകണം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ കുത്തുബും ഖയ്യിമ ഈ എന്താണ് പറയാ അപ്രൈറ്റ് ആയിട്ടുള്ള ഈ ഒരു എന്താണ് കുത്തുബ് എന്ന് പറഞ്ഞാൽ എന്താണ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമമാക്കപ്പെട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പിൻപറ്റണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. അപ്പോൾ ഹലാൽ എന്താണ്, ഹറാം എന്താണ്, അത് മാത്രമല്ല പക്ഷെ അതും ഉണ്ട്, അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കുതുബും ഖയ്യിമ നമ്മൾ പിൻപറ്റിയാൽ എന്താണ് നമ്മളുടെ ജീവിതം സത്യം പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും, നമ്മളുടെ ജീവിതം അപ്രൈറ്റ് ആയിരിക്കും അല്ലെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതുപോലെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര എന്താണ് ബ്യൂട്ടിഫുള്ളി പോകും. എപ്പോഴാണ് നമ്മൾ ആ ബ്യൂട്ടിഫുള്ളി നമ്മൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനോടുകൂടി നമ്മൾ പോകാറുള്ളത്? നമ്മൾ അള്ളാഹു പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് നിസ്കരിച്ചു അല്ലെ, നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഖുർആൻ പാരായണം ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ ഫോൺ വിളിച്ച് ഒരു ബന്ധമൊക്കെ പുതുക്കി, അതല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് ചാരിറ്റി കൊടുത്തു. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മളൊരു ദിവസം കഴിഞ്ഞ് നമ്മൾ രാത്രി കിടക്കുമ്പം അതുപോലെ തന്നെ എല്ലാ രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്റുകളും എല്ലാം നമ്മൾ ചെയ്തിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. നമുക്ക് തന്നെ ഒരു അൽഹംദുലില്ലാഹ് ഫീൽ വരാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു മുസ്ലിം ആ റൂട്ടീൻ തന്നെ സത്യമായ സുബ്ഹാനല്ലാഹ് ഈ ഒരു കുത്തുബും ഖയ്യിമയിലൂടെ പറയുന്നുണ്ട്. കാരണം നമ്മളത് ഫോളോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര അപ്രൈറ്റ് ആയിട്ട് തോന്നും. നമ്മൾ ചെയ്തതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തോന്നും. അൽഹംദുലില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആയത്തുകളിലൂടെ മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്താണ്, നമ്മളുടെ റൂട്ടീൻ നമ്മൾ സെറ്റാക്കണം. കാരണം നമ്മൾ ആ ഒരു കുത്തുബും ഖയ്യിമ നമ്മളുടെ ലൈഫിലേക്ക്
കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മളെ ലൈഫ് ഒരുപാട് സമാധാനം നിറഞ്ഞതായിരിക്കും എന്നും ഓർമ്മപ്പെടുത്തും. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ എന്താണ് കുതുബുൻ ഖയ്യിമ മുത്തഹറയായിട്ടുള്ള ഖുർആനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അള്ളാഹു നമുക്ക് ഒന്നാമത്തെ ആയത്തിലേക്ക് പോകാം. അതായത് ഈ ഡിസ്ബിലീവേഴ്സ് എന്താണ് ഒരിക്കലും അവർ എന്താ പറയുക അതിൽ നിന്നും വിട്ടു പോകുന്നില്ല. എന്തിൽ നിന്നും ഹത്താ തഅതിയഹുൽ ബയ്യിന, ബയ്യിന വരുന്നത് വരെ അവരവരുടെ നിഷേധത്തിൽ നിന്നും എന്താണ് വിട്ടുപോകുന്നേ ഇല്ല എന്ന് പറയാണ്. എന്താണ് ആ ബയ്യിന? റസൂലും മിനല്ലാഹ് അല്ലേ. അതുപോലെ തന്നെ ആ റസൂൽ മിനല്ലാഹ് എന്താണ് റിസൈറ്റ് ചെയ്യുന്ന ഖുർആൻ. എങ്ങനത്തെ ഖുർആനാണ്? മുത്തഹറയാണ്. അതിലെന്തുണ്ട്? കുതുബുൻ ഖയ്യിമയുണ്ട്. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇത്രയും എന്താണ് മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ഇത് വന്നാൽ ശരിക്കും എന്താണ് പറയുക, ഉള്ളിൽ എന്താണ് യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ എന്താണ് അവരുടെ ആ ഒരു ദീനിൽ നിന്നും അവരുടെ ദീനിൽ നിന്നും മാറിയിട്ട് ഈ യഥാർത്ഥ സത്യദീനിലേക്ക് ആര് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ മുശ്രിക്കുകളും അതുപോലെ തന്നെ എന്താണ് അവർ അതിൽ തന്നെ കിടന്ന് കറങ്ങാണല്ലേ. നമുക്ക് ആലോചിച്ചാൽ മതി, ഫുള്ള് ഷിർക്കായിട്ടുള്ളൊരു സ്ഥലമാണ് മക്ക എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഫുള്ള് എല്ലാവരും ഷിർക്ക് ചെയ്യാണ്. അവരുടെ വീട്ടിലൊക്കെ എന്താണ് അവരാരാധിക്കുന്ന ബിംബങ്ങളുണ്ട്. എല്ലാവരും ഈ ഷിർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നും മാറിയിട്ട് ചിന്തിക്കാൻ പോലുള്ളൊരു സാഹചര്യമില്ല. പക്ഷേ ഈ ഒരു ബയ്യിന വന്നാൽ എന്താണ് സത്യം എന്താണ് തെറ്റ് എന്ന് കാണിച്ചു കൊടുത്തിട്ട്, അതുപോലെ തന്നെ കുതുബുൻ ഖയ്യിമ കാണിച്ചു കൊടുത്താലും അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനോട് കൂടി ആ ഒരു എന്താണ് രേഖകളോട് കൂടി പ്രൂഫോട് കൂടി കാണിച്ചു കൊടുത്താൽ പിന്നെ അതിൽ നിൽക്കാൻ അവർക്ക് പറ്റില്ല അല്ലേ. അതിൽ നിന്നും അവർ സെപ്പറേറ്റ് ആയിട്ട് ഈ യഥാർത്ഥ ദീനിലേക്ക് വരും. പക്ഷെ എന്നിട്ടും അതിൽ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവരുടെ ഹൃദയത്തിലുള്ളത് എക്സ്പോസ് ചെയ്യാനുള്ളതാണ് അൽ ബയ്യിന. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പവർ, ഖുർആൻ്റെ പവർ ഒക്കെയാണ്. ഖുർആൻ്റെ പവർ എന്നല്ല, ഖുർആൻ്റെ സത്യസന്ധതയാണ് സത്യം പറഞ്ഞാലും ഏതൊരു വ്യക്തിയും ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതഹുമുൽ ബയ്യിന. എന്താ പറഞ്ഞത്? വേദം നൽകപ്പെട്ടവർ അവർക്ക് വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിന് ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ആയത്തും നാലാമത്തെ ആയത്തും നമുക്ക് കൺഫ്യൂഷൻ ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളും ആയിട്ടുള്ള വേദക്കാരും അതുപോലെ ബാഹുദൈവ വിശ്വാസികളും അവരുടെ അഭിപ്രായം പറയാണ്, ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവ് വന്നാൽ എന്താണ് പറയുക, തെളിവ് കിട്ടുന്നത് വരെ ഇതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് പോവുകയില്ല എന്ന് പറയണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വേദം നൽകപ്പെട്ടവർ അവർക്ക് വ്യക്തമായ തെളിവ് വന്ന് കിട്ടിയതിന് ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. അതായത് ആദ്യം എന്താണ് പറയുക, വേദം നൽകപ്പെട്ടുള്ള അഹ്ലുൽ കിതാബുകളൊക്കെ ഒന്നടങ്കം ആ ഒരു റസൂലിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. കാരണം അവരുടെ ഇടകളിൽ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രവാചകൻ വരാനുണ്ട്, ഇന്ന ക്വാളിറ്റീസ് ആണ്, ഇന്ന സ്ഥലത്താണ് വരാം എന്നൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മദീനയിലേക്ക് അവരുടെ താമസം മാറ്റിയതൊക്കെ അതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. പക്ഷെ എന്താണ് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, മദീനയിലാണെങ്കിലും അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട്, അവരിൽ നിന്നും പ്രവാചകനെ ഇറക്കിയില്ല. അതാണ് സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു ഭിന്നിപ്പിന് ഉണ്ടായിട്ടുള്ള യഥാർത്ഥ കാരണം. ഇലിറ്ററേറ്റ് ആയിട്ടുള്ള അറബി ആയിട്ടുള്ള ഒരു പ്രവാചകൻ ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കും? ഇത്രയും കാലം അവർക്ക് ഒരു പ്രവാചകരും വന്നിട്ടില്ല അല്ലെ. എന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രവാചകർ വന്നിട്ടുണ്ട്, ഒരുപാട് വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെ ഞങ്ങൾ ഈ ഒരു പ്രവാചകനെ ഞങ്ങളുടെ പ്രവാചകനായിട്ട് സ്വീകരിക്കും എന്നുള്ള കാരണം കൊണ്ടാണ് ഒട്ടുമിക്ക വേദം നൽകപ്പെട്ട ആളുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ പറയുന്നത്, വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ്. അതായത് ഭിന്നിക്കുകയുണ്ടായിരുന്നില്ല ആര്? വേദം നൽകപ്പെട്ടവർ. ഇല്ലാ മിൻ ബഅദി മാ ജാഅതഹുമുൽ ബയ്യിന. അവർക്ക് വ്യക്തമായ തെളിവ് വന്ന് കിട്ടിയതിന് ശേഷമല്ലാതെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് നമ്മൾക്കും ഒരു പാഠം തന്നെയാണ്. കാരണം നമുക്ക് സത്യമായിട്ട്, അതായത് ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞാലും എൻ്റെ ഉമ്മയൊപ്പം ഇങ്ങനെയല്ലല്ലോ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാണല്ലോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ള ചിന്താഗതി നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഈവൻ നമ്മൾ തീരെ ഇല്ല എന്ന് പറഞ്ഞാലും
ചില കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും അങ്ങനെയുണ്ട് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സത്യമായിട്ട് തന്നെ പിൻപറ്റാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അരിൽ ഹഖ്ഖ ഹഖ്ഖൻ വഅരിനൽ ബാത്തില ബാത്തില. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവരുടെ അള്ളാഹു ഫാക്ട് കാണിക്കണം. എന്താ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്, ഖുർആൻ പാരായണം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമാണെന്ത് അവർ ഈ ഒരു ഡിവിഷനിലേക്ക് എത്തിയത്. കാരണം അവർക്ക് എല്ലാവിധ അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ബയ്യിന അവരുടെ മുമ്പിലേക്ക് എത്തിയിട്ടും അവരെന്താ റിയാക്ട് ചെയ്തത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊത്തുൽ കിതാബ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ്, മുശ്രിക്കീങ്ങൾ ഒന്നടങ്കം റിജക്ട് ചെയ്തു. കാരണം അവർക്ക് പ്രത്യേകിച്ച് മുൻധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പോൾ അവർ അത് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തു. എന്നാൽ പീപ്പിൾ ഓഫ് ബുക്ക് അല്ലെങ്കിൽ ഈ അഹ്ലുൽ കിതാബ് അവർ കുറച്ച് ഡിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് കാരണം അവർ വിശ്വസിക്കുന്ന ആളുകളായി ഒരു കൂട്ടം വിശ്വസിക്കുന്നവരായി മറ്റൊരു കൂട്ടം അതിൽ നിന്നും ഭിന്നിച്ച് അവിശ്വസിക്കുന്ന കൂട്ടമായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ ആയത് സത്യം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡാർക്ക്നെസ് ടു ലൈറ്റ് കാണിക്കായിരുന്നു അല്ലെ. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തമായ തെളിവ് കിട്ടിയാൽ ഇവരെല്ലാവരും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരും എന്ന് പറഞ്ഞു. ഈ നാലാമത്തെ ആയത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം അഹ്ലുൽ കിതാബിന് അറിയായിരുന്നു, അവരുടെ വേദഗ്രന്ഥത്തിൽ ഒക്കെ വളരെ പച്ചവെള്ളം പോലെ എന്ന് പറഞ്ഞ പോലെ അവർക്ക് അത്രയും ക്ലിയർ ആയിട്ടും വെളിച്ചം പോലെ അറിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂല് വരാനുണ്ട് എന്നുള്ളത്. ആ റസൂൽ വന്നപ്പോഴും അവർ മുഴുവനും ഡാർക്ക്നെസ്സിലായി. വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് നിഷേധത്തിലേക്ക് പോയി. അതുകൊണ്ട് അവർ ഈ ഒരു ആയത്തിൽ അഹ്ലുൽ കിതാബായിട്ടുള്ള സത്യനിഷേധികൾ ലൈറ്റിൽ നിന്നും ഡാർക്ക്നെസ്സിലേക്കാണ് പോയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് വെറും അവിശ്വസിക്കുക മാത്രല്ല, ഇവൻ മുശ്രിക്കുകളെക്കാളും വേഴ്സ്റ്റായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വരെ അവർ തയ്യാറായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലൂടെ കേൾക്കാം, ഈ ജൂതന്മാരും അവർ 71 വിഭാഗങ്ങളായിട്ട് മാറും. അതിൽ എല്ലാ കൂട്ടരും നരകത്തിലേക്ക് പോകും എക്സെപ്റ്റ് ഒരു കൂട്ടർ. ആരാണ്? മൂസ അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയിട്ടുള്ള ആളുകൾ. അതുപോലെ ക്രിസ്ത്യാനികൾ 72 സെക്റ്റായിട്ട് മാറും. അതിൽ എല്ലാ കൂട്ടരും നരകത്തിലേക്ക് പോകും എക്സെപ്റ്റ് ഒരു കൂട്ടർ. അതാരാണ്? നമ്മളുടെ ഈസ അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയിട്ടുള്ള ആളുകൾ. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എൻ്റെ സമുദായം, മുസ്ലിം സമുദായം 73 സെക്റ്റുകളായിട്ട് ഭിന്നിക്കും. അതിൽ എല്ലാവരും നരകത്തിൽ പോകും എക്സെപ്റ്റ് വൺ. അതാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ സഹാബാക്കളെയും പിൻപറ്റിയിട്ടുള്ള ആളുകൾ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന, റസൂലിന്റെ സഹാബികളെയും പിൻപറ്റുന്നവരുടെ കൂട്ടത്തിലാക്കട്ടെ. ആമീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ അടുത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളിലേക്ക് ബാക്കി വെച്ച് പോകുകയാണ്, ഖുർആനും സുന്നത്തും. എന്ത് വന്നാലും ഇത് രണ്ടും നമ്മൾ മുറുകെ പിടിക്കണം. കാരണം ഇതല്ലാതെ മറ്റൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ഒപ്പിയും പറ്റാൻ പറ്റില്ല. അവരങ്ങനെ പറഞ്ഞു, എൻ്റെ ടീച്ചർ ഇങ്ങനെ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പണ്ട് മുതലേ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പോവുക ഖുർആനിലേക്ക്, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹദീസിലേക്ക് പോകുക, അതിൽ നിന്ന് നോക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു കാര്യമാണ് ഷാബാൻ മാസത്തിലെ ഒരു നോമ്പുണ്ട് അല്ലെ. 15ാമത്തെ ദിവസം ഒരു രാത്രി പ്രത്യേകപ്പെട്ട രാത്രിയാണ്, ബറാഅത്ത് രാവാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനെ കുറിച്ചിട്ട് തെളിവ് ചോദിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള തെളിവ് എന്ന് പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഒന്നുമില്ല അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാലും ആളുകൾ നോമ്പെടുക്കും, നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീൻ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിന് നല്ലതല്ലേ, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുപോലെ തന്നെയാണ് നിബിധനം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അത് നല്ലതാകൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടോ എന്നാൽ മാത്രമേ നല്ലതുള്ളൂ, അതല്ലെങ്കിൽ അത് നല്ലതാവില്ല അല്ലെ. അപ്പൊ നമ്മൾ നമ്മളുടെ രീതിയിൽ ദീനിലേക്കൊന്നും പുതുതായിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നും, അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ തന്നെ നിൽക്കാൻ പാടില്ല, അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ടതുണ്ട്.
നമുക്കറിയാം ദീനീ വിഷയത്തിൽ നമുക്ക് എന്താണ് പറയാ സത്യത്തിന്റെ കൂടെ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. ഈവൻ മറ്റുള്ളവർക്ക് അത് വിഷമം ഉണ്ടാക്കിയാലും എന്താണോ സത്യം അതിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. മരിക്കുമ്പോൾ സത്യവിശ്വാസിയായിട്ട് ഈ ഒരു 73 കാറ്റഗറിയിൽ സ്വർഗത്തിലേക്ക് പോകുന്ന കാറ്റഗറിയിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവിടെ വേദന നൽകപ്പെട്ട ആളുകൾ വിശ്വസിക്കാതിരുന്നത്? അവരുടെ ഹൃദയത്തിൽ എന്താ ഉണ്ടായിരുന്നു അറിയാം? ബഗയം ബൈന. അവരുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം ബഗയ ഉണ്ടായിരുന്നു. അതായത് അസൂയ, അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര ഹേറ്റ്രഡ്നെസ് അല്ലെങ്കിൽ ഒപ്രഷൻ, അല്ലെങ്കിൽ ഒരു പ്രതികാരം നിറഞ്ഞിട്ടുള്ള ഒരു ഹൃദയം അവരുടെ ഹൃദയത്തിൽ, പ്രതികാരം നിറഞ്ഞിട്ടുള്ള ഒരു ഹൃദയം അവർക്ക് ഉണ്ടായിരുന്നു. ഇത് കാരണമാണ് എന്ത്, അവർക്ക് ഈവൻ സത്യമായിട്ടുള്ള നോളജ് വന്നിട്ട് പോലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഒരുപാട് അറിവുണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം? നമ്മളുടെ ഹൃദയത്തിൽ വിനയത്വം, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ റബ്ബിന് വേണ്ടിയിട്ട് നമ്മൾക്ക് താഴ്മ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു അറിവ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. കാരണം വേദക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങേയറ്റം എന്താ പറയുക നോളജുള്ള ആളുകളായിരുന്നു. പക്ഷെ അവിടെ ഹൃദയത്തിൽ എന്താണ് ഹസദ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബഗയ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് അവർക്ക് എന്താണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു റസൂലിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളതല്ലല്ലോ എന്നുള്ളതാണ്. ഇത് പക്ഷെ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ മുസ്ലിം സംഘടനകളൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ഓരോ ആളുകളും ചെറിയ ചെറിയ കാര്യത്തിൽ ഭിന്നിച്ചിട്ട് അവർ ഗ്രൂപ്പുകളായിട്ട് പോകും. എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആർഗ്യൂ ചെയ്ത് സംസാരിക്കുക, ഒരു കൂട്ടരെ ഇല്ലാതാക്കി സംസാരിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എപ്പോഴും ഒന്നായിട്ട് നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് ചുരുങ്ങി പോകേണ്ടതുണ്ട്. ഒരിക്കലും അത് രണ്ട് വിഭാഗങ്ങളാകാനുള്ള രീതിയിലേക്ക് എത്താൻ പാടില്ല അല്ലെ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ എത്ര സെക്സുകളാണ്. ഈ ഒരു സെക്സ് ഇതിൽ ആരാണ് സത്യം പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുക? അള്ളാഹു ആലം അല്ലെ. പക്ഷെ നമ്മൾ ആ ഒരു എന്താണ് ഈ എല്ലാ മുസ്ലിങ്ങളെയും ഒന്നായിട്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയാലുണ്ടാകുന്ന ഇസ്ലാമിൻ്റെ ഒരു ശക്തി എത്രയാണ്. നമുക്ക് നമ്മളൊരു വീട്ടിൽ തന്നെ നമുക്കറിയാം, പല ആളുകൾക്കും പല ടേസ്റ്റുകളായിരിക്കും, പല ചിന്താഗതികളായിരിക്കും. അപ്പം നമ്മൾ ഞാൻ ഇനി നിങ്ങളെ കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിട്ട് എല്ലാവരും പോയാൽ എന്തായിരിക്കും? ആർക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവില്ല. ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള മാധുര്യം അത് വേറെ തന്നെയാണ് അല്ലെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈ ഒരു ആയത്തിലൂടെ കാണിച്ചു തരാണ്, നമ്മൾ ഭിന്നിച്ചു പോകരുത് അല്ലെ. കാരണം നമ്മൾ ഭിന്നിച്ചു പോയാൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ശക്തി മറ്റുള്ളവർക്ക് കാണാൻ കൂടെ പറ്റില്ല. ഇവരെല്ലാവരും ആകെ പല പല കാറ്റഗറി ആണല്ലോ എന്നായിരിക്കും ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഇസ്ലാമിനെ കുറിച്ച് കാണും. പക്ഷെ നമ്മളെല്ലാവരും ഒന്നടങ്കം നിന്നാലുള്ള ഒരു ഭംഗി എത്ര അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം ഒരുപാട് എന്താണ് പറയുക, ഒരുപാട് ക്ലാസ്സുകൾ പല രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പം ഒരാളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ മറ്റാൾ ഹൃദയത്തിലൊരു ഹസദ് വരാൻ കാരണമാകാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവരെ കവച്ച് വെക്കുന്ന രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തുറക്കുമ്പോൾ വേറൊരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഓപ്പൺ ആക്കുമ്പോൾ എന്താണ് ഇവിടേക്ക് കൂടുതൽ ആളുകൾ വരുന്നത്, അവിടേക്ക് കുറച്ചേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം, ഇങ്ങനെ പല രീതിയിൽ തോട്ട്സും പല ആളുകളുടെ മനസ്സിലൂടെ പോകും അല്ലേ. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് ഹംബിളാകാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ്, അതായത് ഇങ്ങനെ ഭിന്നിപ്പ് വരാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹദീസും കൂടെ പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തർദാഹു ഹത്താ ലാ യബ്ഗ അഹദുൻ അലാ അഹദ് വലാ തഫ്ഖർ അഹദുൻ അലാ അഹദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹു എനിക്കും എന്താണ് പറയുക ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഹംബിളായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഹത്ത എന്താണ് പറയുക ലായബുക, നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഒപ്രസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ബോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളെ ഹൃദയത്തിൽ എന്താണ് പറയുക എന്താ പറയുക ഈ ഒരു ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കുകയുള്ളൂ, അല്ലാഹു നമ്മൾ തൃപ്തിയാവുകയുള്ളൂ. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിൽ ഈ ഒരു ഭാഗമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ
ഈ അറിവിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എന്താണ്, നമ്മുടെ ഹൃദയം എപ്പോഴും അള്ളാഹുവിന് വേണ്ടിയിട്ട് ഹംബിൾഡ് ആയിട്ടുണ്ട്, ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, സോറി. അതായത് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ഹൃദയത്തിനെ വീണ്ടും 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 അതിനെങ്ങനെ പോളിഷ് ചെയ്ത് 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 നമ്മൾ ആരോടും നമുക്കൊരു അസൂയയോ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക ഇഷ്ടക്കേടോ ഒന്നും ഇല്ലാത്ത ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഹാർട്ട് നമുക്ക് വേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ പ്യുവർ ഹാർട്ടിലേക്ക് സുഹഫ മുത്തഹറ എത്തുള്ളൂ. അല്ലെങ്കിൽ അത് വെറും എന്താണ് തിയറി ആയിട്ട് അവിടെ കിടക്കും. അപ്പുറത്ത് കൂടെ നമ്മൾ പ്രാക്ടിക്കലി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം അങ്ങേയറ്റം ഹംബിൾഡ് ആയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ഹൃദയം ഹംബിൾഡ് ആയിട്ടുള്ള ഹൃദയം നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഈ സത്യദീനിനെ ഹൃദയത്തിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുവരാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല എങ്ങനെയാണ് അതിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആകുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഭിന്നിപ്പിൽ നിന്നും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അതായത് ഈ ഒരു 73 സെക്റ്റിലെ സ്വർഗത്തിലേക്ക് പോകുന്ന സെക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് ആയ നമ്പർ 5-ലൂടെ. എന്താ പറഞ്ഞത്? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത വയുഅ്തുസ്സകാഹ വദാലിക ദീനുൽ ഖയ്യിമ വമാ ഉമിറൂ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ്, അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്തല്ലാതെ ഇല്ല അല്ലാതെ ലിയഅ്ബുദുല്ലാഹ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം, അതായത് മുഖ്ലിസീന അള്ളാഹുവിന് മാത്രം ആക്കിക്കൊണ്ട് ഹുനഫാഅ ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും യുഖീമുസ്സലാത്ത അതായത് നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് നൽകുവാനും ദാലിക ദീനുൽ ഖയ്യിമ അതത്രേ വക്രതയില്ലാത്ത മതം. ഒന്നും കൂടെ, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ. അതായത് അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം ആക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും വയുഖീമുസ്സലാത്ത നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് നൽകുവാനും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്താണ് നേരത്തെ പറഞ്ഞത്. നമ്മളുടെ ഈ ലോകത്തുള്ള പർപ്പസ് എന്താണെന്നുള്ളത് അള്ളാഹു വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ലേ. ലിയഅ്ബുദുല്ലാഹ് എന്താണ്, അള്ളാഹുവിനെ ആരാധിക്കാൻ. എങ്ങനെ ആരാധിക്കണം? മുഖ്ലിസീന ലഹുദ്ദീൻ, അതായത് എന്താണ് പറയാ, സിൻസിയർലി മുഴുവനായിട്ടും അവൻക്ക് എന്താണ് ദീന് ഇതാക്കണം. എങ്ങനെയായിരിക്കണം? ഹുനഫ ആയിട്ട്, അതായത് ഋജു മനസ്കരായ നിലയിൽ. അള്ളാഹു 3 പ്രാവശ്യം കാര്യങ്ങൾ പറയണം. അള്ളാഹിനെ ആരാധിക്കണം, ഇഖ്ലാസോടുകൂടി ആരാധിക്കണം, അതുപോലെ തന്നെ ഹനീഫായിട്ട് ഹുനഫ ആയിട്ട് നമ്മൾ ആരാധിക്കണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ കൂടെ അല്ലേ. നമുക്കറിയാം, ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ സലാഹ് അല്ലേ. സലാം എന്താണ്? വയുഖീമുസ്സലാഹ് നമസ്കാരം നിലനിർത്തണം, സകാത്ത് നൽകണം. ഇതൊക്കെ ചെയ്താലാണെന്ത്, നിങ്ങൾ ഖയ്യിമായിട്ടുള്ള ദീനുകൾ ഉണ്ടാവുകയുള്ളൂ. ദാലിക ദീനുൽ ഖയ്യിമ അതത്രേ വക്രതയില്ലാത്ത മതം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ലിയഅ്ബുദുല്ലാഹ് നമുക്കറിയാം, എന്താണ്, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ലിയഅ്ബുദു എന്ന് പറയുമ്പോൾ വെറും ആരാധിക്കുക മാത്രമല്ല, 2 രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇബാദത്തും വരുന്നുണ്ട്, ഉബൂദിയ്യയും വരുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ അസർ ടു മഗ്രിബ് ടൈം എടുക്കണം. ഈ അസർ നമസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ നമ്മൾ ഇബാദത്ത് ചെയ്യണം അല്ലേ. ഇനി അതുപോലെ തന്നെ മഗ്രിബ് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. എന്നാൽ ഈ ഒരു അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ നമ്മൾ അള്ളാഹുവിനെ അബ്ദായിക്കൊണ്ട് ജീവിക്കുകയാണ് അല്ലേ. ഇപ്പം നമ്മൾ അസറിന് മഗ്രിബിന് നിസ്കരിച്ചു, എന്നിട്ട് ഈ ഇടയിലുള്ള സമയത്ത് നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞത് റോങ് ആണ് അല്ലേ. നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞത് റോങ് ആണ്. കാരണം ആ ഇബാദത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? അള്ളാഹുവിൻ്റെ ഒരു 24/7
എപ്പോഴും അള്ളാഹുവിൻ്റെ അടിമയായിക്കൊണ്ട് തന്നെ ജീവിക്കണം. നമുക്ക് ഒരു സാഹചര്യത്തിലും ഒരു സെക്കൻഡ് പോലും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയില്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ യഥാർത്ഥ ഇഖ്ലാസ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അള്ളാഹു എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്? അതായത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അതായത് ഈ വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ് അല്ലേ, ആ ഒരു ഫർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലേ, ആ സെപ്പറേറ്റ് ആയിട്ടുള്ള അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അവർ സെപ്പറേറ്റ് ആകാനുള്ള കാരണം എന്താണ്? വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ് ഇല്ലാ മിൻ ബഅദി മാ ജാഅതഹുമുൽ ബയ്യിന. ആ ബയ്യിന വന്നത് കാരണം. ആ ബയ്യിന എന്താ നമ്മളെ കൽപ്പിക്കുന്നത്? വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കീഴ്വണക്കം അള്ളാഹുവിനാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൽപ്പിക്കപ്പെടുന്നത് അല്ലേ. പിന്നെന്താണ്? മുഖ്ലിസീന ലഹുദ്ദീൻ, അതെങ്ങനെ ആയിരിക്കണം? അതായത് എന്താ പറയുക, ഇഖ്ലാസോട് കൂടി, മുഴുവനായിട്ടും ഇഖ്ലാസോട് കൂടി അള്ളാഹുവിന് മാത്രം ആക്കിക്കൊണ്ടും, അതുപോലെ തന്നെ ഹുനഫ ആയിട്ടും, ഋജു മനസ്കരായിട്ടെന്ന് പറഞ്ഞാൽ, ഹുനഫ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഹനീഫ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാകും. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഷിർക്ക് അവോയ്ഡ് ചെയ്തിട്ട് തൗഹീദിലേക്ക് മാത്രം, അതായത് ഒക്കത്തിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഒറ്റ ഒന്നിലേക്ക് മാത്രം എന്നുള്ള അർത്ഥം. അതാണ് ഇവിടെ ഹുനഫ എന്ന് പറഞ്ഞാൽ. ടു ടേൺ ഫ്രം എറർ ഇൻ ടു ഗൈഡൻസ്, അതായത് തെറ്റിൽ നിന്നും ഒക്കെ ശരിയാക്കിയിട്ട്. നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദീൻ എന്താ ചോദിച്ചാൽ ഹനീഫായിട്ടുള്ള ദീൻ എന്ന് പറയുന്നത്. അതായത് എല്ലാത്തിൽ നിന്നും തെറ്റി ഒക്കെ എല്ലാം വിട്ടിട്ട് കറക്റ്റായിട്ടുള്ള ഒന്നിലേക്ക് മാത്രം തിരിഞ്ഞിട്ടുള്ളതിനാണ് ഹുനഫ എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ എന്താണ് കൽപ്പിക്കപ്പെട്ടുള്ളത്? യുഖീമുസ്സലാഹ്, നമസ്കാരം നിലനിർത്തുക അല്ലെ. നമ്മളടുത്ത് ഏറ്റവും ആദ്യമായിട്ട് ചോദ്യം ചെയ്യുന്നത് നമ്മൾ നമസ്കാരത്തിനെ കുറിച്ചിട്ടായിരിക്കും. പിന്നെ എന്താണ്? അത് നമ്മളും അള്ളാഹു ആയിട്ടുള്ള റിലേഷനാണ് അല്ലെ, അള്ളാഹുവിനുള്ള റൈറ്റാണ് നമ്മുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ. വയത്തു സക്ക, പിന്നെ മനുഷ്യരായിട്ടുള്ള റൈറ്റാണ് സക്ക അല്ലെ. നമ്മളെ ഹൃദയ ശുദ്ധീകരണത്തിനും നമ്മളുടെ സമ്പത്തിന് ശുദ്ധീകരണത്തിനും ഒക്കെ നമ്മൾ സക്ക കൊടുക്കേണ്ടതുണ്ട് അല്ലെ. നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധീകരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മൾ സമ്പത്ത് ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത സമ്പത്തിൽ നിന്നും 2.5% നമ്മൾ സക്കാത്ത് നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഹലാലായിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ ഹലാലായിട്ടുള്ള സമ്പത്ത് നമ്മളുടെ മേൽ ഹലാലാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ് ഹലാല ഖുവത്തില്ല. അതായത് ഹലാലാണ് ഓൾറെഡി ആ സമ്പത്ത് നമ്മളുടെ മേലെ ഹലാലാകുന്നത് എപ്പോഴാണ്? നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ മാത്രം. അപ്പം അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. യുഖീമുസ്സലാത്ത വയത്തു സക്കാത്ത് നമുക്കറിയാം. ഓൾമോസ്റ്റ് എല്ലാ എവിടെയൊക്കെ യുഖീമുസ്സലാ വരുന്നു അവിടെയൊക്കെ യുദ്ധ സക്കാത്ത് അടുപ്പിച്ചനെ വരാറുണ്ട്. അത്രയ്ക്കും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അല്ലേ. കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സത്യം പറഞ്ഞാൽ അത്രയും അധ്വാനിച്ചത് മുഴുവനും കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹുവിൽ അങ്ങേയറ്റം തവക്കുലുള്ളൊരു വ്യക്തിക്ക് മാത്രമാണ് ആ ഒരു ജക്ക കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ധനം കൊടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെ സന്തോഷത്തോടു കൂടി ഏറ്റവും മനസ്സ് നിറഞ്ഞ തൃപ്തിയോടു കൂടി നമ്മൾക്ക് സക്കാത്തും സദക്കയും ഒക്കെ നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് യഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുത്തുസ്സകാ വദാലിക ദീനുൽ ഖയ്യിമ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളിവിടെ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് പറഞ്ഞേ. അള്ളാഹുവിൻ്റെ അടിമയാകാനുള്ള ഒരു 4 കണ്ടീഷനും കൂടെ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമ്മൾ അള്ളാഹുവിനെ എല്ലാത്തിനേക്കാളും സ്നേഹിക്കാം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് അല്ലെ. വിശ്വസിക്കുന്നവർ അവർക്ക് അള്ളാഹുവിനോട് കഠിനമായിട്ടുള്ള സ്നേഹമാണ്. നമുക്കൊരു ബൗണ്ടറി ഒന്നുമില്ല, ഇത്ര സ്നേഹമൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ നമ്മൾ ബൗണ്ടറി വെക്കണം എന്ന് പറയും, പക്ഷെ അള്ളാഹുലേക്ക് നമ്മൾ സ്നേഹത്തിന് ബൗണ്ടറി വെക്കാൻ പാടില്ല. പിന്നെ രണ്ടാമതായിട്ട് ഒബീഡിയൻസ് ടു അള്ളാഹ്, അതായത് അള്ളാഹുവിനെ നമ്മൾ അനുസരണം അല്ലെ. എല്ലാത്തിനേക്കാളും മുകളിൽ നമ്മൾ അള്ളാഹുവിനനുസരിക്കണം. കാരണം അള്ളാഹു കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. പ്രയോറിറ്റി അള്ളാഹുവിന് കൊടുക്കുക അല്ലേ. ഇപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ബാങ്ക് കേട്ട ഉടനെ നിസ്കരിക്കാൻ പോകുക, പിന്നെ നമ്മളവിടെ ഇരിക്കാൻ പാടില്ല. പിന്നെ മൂന്നാമതായിട്ടോ
എല്ലാതും അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് വജ്ഹത്തു ഇതിൽ നമ്മൾ പാരായണം ചെയ്യുന്നില്ല, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. നമ്മളെ മരണം പോലും അള്ളാഹുവിന് വേണ്ടി എന്ന് പറയുമ്പോൾ എങ്ങനെയാ? നമ്മൾ ജീവിക്കുന്നത് മുഴുവൻ അള്ളാഹുവിനാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മരണവും അള്ളാഹുവിനാകും. അതുപോലെ നമ്മളുടെ ഉറക്കം, നമുക്കറിയാം ചെറിയൊരു മരണമാണ്. അപ്പോൾ ആ ഉറക്കം എങ്ങനെ നമുക്ക് എന്താണ് അള്ളാഹുവിനാക്കാം? നമ്മൾ കിടക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലേ, നമ്മൾ വുളു എടുത്തിട്ട് ദുആകളൊക്കെ പാരായണം ചെയ്തിട്ട് നമ്മൾ കിടക്കുമ്പോൾ ആ ഒരു ഉറക്കം അള്ളാഹുവിനാകും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യം നൽകിയിട്ട് വീണ്ടും അള്ളാഹുവിനെ ഏറ്റവും എന്താണ് ഉന്മേഷത്തോടു കൂടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള നിയത്തോടു കൂടിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഉറക്കവും സുബ്ഹാനല്ലാഹ് അള്ളാഹുവിനാകും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ അവസാനമായിട്ട് അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം, തവക്കുലോടുകൂടി നമുക്ക് എന്താണ് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ പല സാഹചര്യത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ചില സമയത്തൊക്കെ ഇടറി പോകാറുണ്ട് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ക്ഷമ നൽകട്ടെ. ഏതൊരു സാഹചര്യത്തിലൂടെയും നമുക്ക് അങ്ങേയറ്റം ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. ആദ്യം എന്നെ പിന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തണം. അപ്പോൾ ആ തവക്കലോടുകൂടി നമ്മൾ അള്ളാഹു നമ്മുടെ ലൈഫിൽ എന്ത് തന്നാലും അത് അൽഹംദുലില്ലാഹ് ബിനിഅമതിഹി തത്തിമു സ്വാലിഹാത്ത് എന്ന് പറയും. എന്തെങ്കിലും നമ്മിൽ നിന്നും പോയാലും അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ അങ്ങനെ പറയാനുള്ള തവക്കലിൻ്റെ സ്റ്റേജിൽ ആ ഒരു എന്താണ് പറയുക റാങ്കിൽ നമുക്ക് എത്താൻ സാധിക്കണം. എന്ത് വന്നാലും കുഴപ്പമില്ല അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്, എൻ്റെ റബ്ബാണ് എൻ്റെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്, അവനവനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, അതെല്ലാം ഞാൻ അങ്ങേയറ്റം തൃപ്തിയോടുകൂടി സ്വീകരിക്കുന്നു. ഈ ഒരു സൂറത്തിൻ്റെ അവസാനത്തിൽ റളിയല്ലാഹു അൻഹും വറദു അൻഹുവിൻ്റെ കൂട്ടത്തിൽ പെടണം എന്നുണ്ടെങ്കിലും റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഏതൊരു കാര്യമായിക്കോട്ടെ അതിലൊക്കെ നമ്മൾ അങ്ങേയറ്റം തൃപ്തിയോടുകൂടി നമ്മൾ ആ ഒരു വിധിയെ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്നൊരു ദിക്റുണ്ടല്ലേ, റളിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ റബ്ബായിട്ട് ഞാൻ എന്താണ് പറയുക തൃപ്തിപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈഫിലേക്ക് അള്ളാഹു നൽകുന്ന പല പരീക്ഷണങ്ങളിലും നമ്മൾ ആ തൃപ്തി കാണിക്കാറുണ്ട്. മഅദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് ദീനുൽ ഖയ്യിമ എന്ന് നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ടും എന്താണ് പറയുക, അല്ലാഹു സുബ്ഹാനഹു തആല ഇനി പെട്ടെന്ന് നമ്മൾ വേറെ തന്നെ ഒരു വേൾഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹു സത്യദീൻ എന്താണെന്ന് കാണിച്ചു തന്നു അല്ലേ. അതുപോലെ തന്നെ തൗഹീദ് നമുക്ക് പറഞ്ഞു തന്നു. റിസാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു തന്നു. ഇനി ആഖിറത്തിലേക്ക് പോകാൻ എന്താണ്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ്യ. തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെ നമുക്കിത് കേൾക്കുമ്പം ഇതെപ്പോഴും നമ്മൾ കേൾക്കുന്ന ആയത്തുകളായതുകൊണ്ട് നമുക്കത് നോർമലായി തോന്നും. പക്ഷെ അതിൻ്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നല്ലദീന കഫറു, തീർച്ചയായിട്ടും അള്ളാഹു അതായത് തൗഖീദ് അല്ലെങ്കിൽ എന്താ പറയുക സ്ട്രെസ് ചെയ്തിട്ട് പറയാണ് അല്ലദീന കഫറു. തീർച്ചയായിട്ടും ആരാണ് അല്ലദീന കഫറു? സത്യനിഷേധിക്കുന്നവർ. മിൻ അഹ്ലിൽ കിതാബ്, നിഷേധിച്ചവർ. മിൻ അഹ്ലിൽ കിതാബ് ഏതിൽ നിന്നൊക്കെയാണ്? വേദക്കാരിലും വൽ മുശ്രിക്കീൻ. ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു കാരണം നമുക്ക് കാണാൻ പറ്റും. ഇന്നല്ലദീന യക്ഫുറൂന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ അതായത് എല്ലാവരും നരകത്തിലേക്ക് പോയിരുന്നു. അതായത് ഇപ്പം നിഷേധിച്ചു കൊണ്ടിരിക്കുന്നവരും നരകത്തിലേക്ക് പോകും. പക്ഷെ കഫറു എന്ന് പറഞ്ഞാൽ അതൊരു പാസ്റ്റായിട്ട്, അതായത് അതിന് ശേഷം ആരെങ്കിലും വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരിതിൽ പെടില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല ഇപ്പം നിഷേധിക്കുന്നവർ എന്നുണ്ടെങ്കിൽ എല്ലാവരും നരകത്തിലേക്ക് പോയേനെ അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾക്ക് എത്ര പേര് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും അറിയാതെ ഉണ്ടായിരുന്നു. അറിവില്ലായ്മയിൽ നിന്ന് നമ്മൾ അറിവിലേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് സത്യം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റിയതല്ലേ. അപ്പോഴൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ കുഫ്റിലായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യമാണ് അള്ളാഹു പറഞ്ഞത് അല്ലദീന കഫറു, നിഷേധിച്ചവർ. എന്തിൽ നിന്നും? മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ,
വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവരെവിടെയുള്ളത് ഫീ നാരി ജഹന്നം. ഫീ എന്ന് പറഞ്ഞാൽ ഇൻ അല്ലെ, നാർ എന്ന് പറഞ്ഞാൽ തീ. എങ്ങനത്തെ തീയാണ്? ജഹന്നം. നരകത്തിന്റെ ഒരു പേരാണ് ജഹന്നം എന്നുള്ളത്. അപ്പോൾ നരക അഗ്നിയിലാകുന്നു. എങ്ങനെയാണ് അവരുള്ളത്? ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖാലിദ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, നിത്യം, എപ്പോഴും അതിലായിരിക്കും എന്നാണ്. ഖുൽദ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മരിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്, എന്നെന്നും എന്നുള്ള അർത്ഥത്തിലാണ്. സുബ്ഹാനല്ലാഹ്. എവർ ഇമ്മോർട്ടൽ എന്നൊക്കെ പറയും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരു മിനിറ്റ് പോയിട്ട് നമുക്കൊരു 5 സെക്കൻഡെങ്കിലും പറ്റുമോ നമുക്ക് തീയിലിങ്ങനെ മുഴുവനായിട്ട് നിൽക്കാൻ അല്ലേ? സ്ഥാനത്ത് നമ്മളെല്ലാവരെയും അവരുടെ കാരണം കൊണ്ട് ഈ ഒരു നരക അഗ്നിയിൽ നിന്നും രക്ഷിക്കട്ടെ. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കട്ടെ. ആമീൻ. എന്നിട്ട് എന്താ അള്ളാഹ് പറഞ്ഞത്? ഉലൈക ഹും ശർറുൽ ബരിയ. ഉലൈക എന്നുള്ളത് ഒരു ദൂരം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അക്കൂട്ടർ തന്നെയാകുന്നു ഹും ശർറുൽ ബരിയ, എന്താണ് തന്നെയാകുന്നു ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ മോശപ്പെട്ട സൃഷ്ടികൾ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാൻ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഷർറു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും മോശപ്പെട്ട, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര ഇവിൾ ആയിട്ടുള്ള, വേഴ്സ്റ്റ് ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. ബരിയ എന്ന് പറഞ്ഞാലും എന്താണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് പറഞ്ഞ എന്താണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ അള്ളാഹു ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്ന എന്നുള്ള അർത്ഥമാണ്. അള്ളാഹുവിൻ്റെ ഖാലിഖ് അൽ ബാരി അൽ മുസവ്വിർ എന്നൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അപ്പോൾ ബാരി എന്നുള്ള അതേ റൂട്ട് ലെറ്ററിൽ നിന്ന് വരുന്നിട്ട് വാക്കാണ് ബരിയ. എന്താണ് ബരിയ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാൻ നമ്മളെല്ലാവരെയും ഈ ഒരു കൂട്ടത്തിൽ നിന്നും രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ കാരണം മാത്രമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്നും സംരക്ഷണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരം അള്ളാഹു ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, اللهم اجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷർറുൽ ബരിയ എന്ന് പറയുമ്പോൾ ഏറ്റവും എന്താ പറയുക മോശപ്പെട്ട സൃഷ്ടികൾ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും, അതായത് മനുഷ്യരില്ലാത്ത, എന്താണ് ചീത്ത മനുഷ്യരില്ലാത്ത എല്ലാ സൃഷ്ടികളും അള്ളാഹു എന്താണ് അവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള പണികൾ പൂർത്തീകരിക്കുന്നുണ്ട് അല്ലേ? അതായത് ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ഡ്യൂട്ടി നൽകിയിട്ടുണ്ട്. ആ ഡ്യൂട്ടികളൊക്കെ എല്ലാ ക്രിയേഷൻസും ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ഹ്യൂമൻ. നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് അല്ലേ, അള്ളാഹുവിനെ ആരാധിക്കാൻ അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. അത് നമ്മൾ കേൾക്കാത്തതായിട്ട് ആരുണ്ടാകില്ല ഈ ഒരു ആയത്ത്. അപ്പം പക്ഷെ നമ്മളെന്താണ് ഇതൊക്കെ അള്ളാഹു പറഞ്ഞു തന്നിട്ടും അള്ളാഹു ഒരുപാട് നമുക്ക് അതിനനുസരിച്ചിട്ട് താക്കീതുകളും ഒരുപാട് ഗുഡ് ന്യൂസും ഒക്കെ നൽകിയിട്ടും എന്താണ് സ്റ്റിൽ നമ്മളത് മറന്നു പോവാണ് അല്ലേ? അപ്പം അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ മറക്കുന്നവർ അല്ലെങ്കിൽ നിഷേധിക്കുന്നവരാണ് ഹും ഷർറുൽ ബരിയ, അവരാണ് എന്ത് ഏറ്റവും മോശപ്പെട്ട സൃഷ്ടികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ ആളുകളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. ആമീൻ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം ആരാണ് എന്താണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സൃഷ്ടികളെ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു സൃഷ്ടികളിൽ ഉത്തമർ. സുബ്ഹാനല്ലാഹ്. വെറും വിശ്വസിച്ചാൽ മാത്രം പോരാ അല്ലേ? വഅമിലുസ്സാലിഹ. അപ്പൊ നമ്മള് സാലിഹാത്ത്, നമ്മള് ഞാൻ അള്ളാഹുലൊക്കെ വിശ്വസിച്ചിരിക്കുന്നുണ്ട്, തൗഹീദിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തും കൂടെ ചെയ്യണം, അമലും കൂടെ ചെയ്യണം. വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഉലൈക ഹും ഖൈറുൽ ബരിയ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉത്തമരാകാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അതായത് തൊട്ട് മുമ്പത്തെ ആയത്തില്ല, അതായത് മുഖ്ലിസീൻ ലഹുദ്ദീന ഹുനഫ വയുഖീമുസ്സലാ വയുത്തു സക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നമ്മൾ ആദ്യം എന്താണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സബ്മിറ്റ് ചെയ്യുന്നവർ എന്ന് പറഞ്ഞു അല്ലേ? ഇഖ്ലാസോട് കൂടി ഹനീഫായിട്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ചെയ്യേണ്ട ആക്ഷൻസ് പറഞ്ഞു. എന്താണ്? യുഖീമുസ്സലാത്തെ വയുത്തു സക്കാത്ത്. അതാണ് അമലുസ്സാലിഹാത്തിൽ പെട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അമലിലെ നമസ്കാരം. ഏറ്റവും കറക്റ്റ് സമയത്ത് നിസ്കരിക്കുന്നതാണ് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമലുസ്സാലിഹാത്ത് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ത് കൊടുക്കുക? ഖൈറുൽ ബരിയ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
എന്താണ് പറയുക, ആരാണ് ബെസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പം ബാങ്ക് കൊടുത്ത സമയത്ത് എല്ലാതും വിട്ടിട്ട് നമസ്കാരത്തിലേക്ക് പോകുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകൾ അവരുടെ കച്ചവടമൊക്കെ നിർത്തിയിട്ട് നമസ്കാരത്തിലേക്ക് പോകുന്ന ആളുകളാണ് എന്ത് യഥാർത്ഥത്തിൽ ബെസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും ഖൈറുൽ ബരിയ ആയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സൂറത്ത് തീനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഏറ്റവും എന്താണ് പറയുക ബെസ്റ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. പക്ഷെ ആ ബെസ്റ്റിൽ നിന്നിട്ടില്ലെങ്കിലോ എന്താണ് പറയുക, അവരെ ഏറ്റവും ലോവസ്റ്റ് ആക്കാനും അള്ളാഹുന് സാധിക്കും. അതാണ് ഷറുൽ ബരിയ എന്ന് പറഞ്ഞാൽ. ഖൈറുൽ ബരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരും ഈ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്രിയേഷൻസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടെങ്കിൽ നമ്മൾ ആരാകും, ബെസ്റ്റ് ഓഫ് ക്രിയേഷൻ ആകും അല്ലേ. അതായത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് പ്രവാചകന്മാരിലും എന്താണ് അതുപോലെ തന്നെ സാലിഹായിട്ടുള്ള ആളുകളിലും ശുഹദാക്കളിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉൾപ്പെടുത്തും. അതാണ് അള്ളാഹുവിൻ്റെ സ്റ്റാൻഡേർഡ്. ആ ഒരു കൂട്ടത്തിലാണ് നമ്മൾ ആകേണ്ടത് അല്ലേ. അവരാണ് എന്താണ് ഏറ്റവും അള്ളാഹു ഏറ്റവും നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുള്ള കൂട്ടർ. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും അവരെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ആരാണ് ഏറ്റവും ഉത്തമപരായിട്ടുള്ള ആളുകളാണ്, അതായത് ഈ ലോകത്തും അവർ അള്ളാഹുവിൻ്റെ കണ്ണിൽ ഉത്തമരാണ്. ഇനി അള്ളാഹു എന്താണ് പരലോകത്ത് നൽകുന്നത്, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറദു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. ജസാഉഹും എന്താണ്, അള്ളാഹു പറയാണ് അവർക്കുള്ള പ്രതിഫലം എന്താണ്, ഇൻദ റബ്ബിഹിം അവർക്ക് അവരുടെ രക്ഷിതാവിലുള്ള പ്രതിഫലം എന്താണ്, ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു. പിന്നെയോ ഖാലിദീന ഫീഹ അബദ അവരതിൽ നിത്യവാസികളായിരിക്കും എന്നേക്കുമായിട്ട്. പിന്നെയോ റളിയല്ലാഹു അൻഹും വറദു അൻഹു അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദാലിക ലിമൻ ഖശിയ റബ്ബഹ് ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലേ. അള്ളാഹു ഈ ഒരു കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഇവിടെ ജസാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജസാക്കല്ലാഹ് എന്ന് പറയില്ലേ. എന്താണ് ജസാ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ അത് ചിലപ്പോൾ ഈക്വൽ ആകാം അല്ലെങ്കിൽ അതിലേറെ കൂടുതലാകാം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് പ്രതിഫലം നൽകുന്നുണ്ട്, ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിലേറെ കൂടുതലോ. എന്നാൽ നമ്മൾ അജ്ർ നേടിയിട്ടുണ്ട്. അജ്ർ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിവാർഡാണ് കേട്ടോ. അതുപോലെ മറ്റൊന്നാണ് സന എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നൽകുന്നതിനാണ് സന എന്ന് പറയുക. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ എന്തൊക്കെ ഹാർഡ് വർക്ക് ചെയ്തോ അതിന് കോമ്പൻസേഷനായിട്ട് ഈക്വൽ അതിനേക്കാളും കൂടുതലായിട്ട് നൽകുന്ന പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ ആരടുത്താണുള്ളത്, ഇൻദ റബ്ബിഹിം അവരുടെ രക്ഷിതാവിങ്കലാണ്. എന്താണ് ആ പ്രതിഫലം, ജന്നാത്ത് എന്താണ് സ്വർഗം. എങ്ങനെ, ആദിനിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ജന്നാത്തു ആദിൻ എന്ന് പറഞ്ഞാൽ സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ. സുബ്ഹാനല്ലാഹ്. അതായത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല 3 പ്രാവശ്യം എന്താണ് പറയുക എവർ ലാസ്റ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ എന്ന് പറഞ്ഞാൽ എവർ ലാസ്റ്റിംഗ് എന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമതായിട്ട് ഖാലിദീന എന്ന് പറയുന്നുണ്ട്, അതായത് എന്താണ് നിത്യവാസികൾ എന്ന അർത്ഥത്തിൽ. പിന്നെ അബദ എന്ന് പറയുന്നുണ്ട്, എന്നേക്കുമായിട്ട്. സുബ്ഹാനല്ലാഹ്. 3 പ്രാവശ്യം അല്ലെ അള്ളാഹിൻ്റെ ഒരു സുന്നത്താണെന്ത് 3 എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ 3 പ്രാവശ്യം ദുആ ചെയ്യാന്നൊക്കെ പറയലില്ലേ, 3 പ്രാവശ്യം ഓതി എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല സുന്നത്ത് അള്ളാഹു കാണിച്ചില്ലേ, അതിന് ഖാലിദീന അബദ. ഈ 3 വാക്കുകളും എന്താണ് നിത്യവാസത്തിൽ അല്ലെങ്കിൽ എന്നേക്കും ഒരു എറ്റേണിറ്റി കാണിക്കുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ നമ്മളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യാട്ടോ. നമുക്ക് ഒരു വീടുണ്ട്, ആ വീടിൻ്റെ അടിയിലൂടെ എന്താ പറയുക വെള്ളം ഒഴുകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കപ്പുറത്ത് ഗാർഡൻസും കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീട്ടിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ
താമസിക്കണമെന്നുണ്ടെങ്കിൽ എത്ര എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? അതായത് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒരു വീട്, അതിനടിയിലൂടെ എന്താണ് പറയുക സ്വർഗ്ഗ പൂന്തോപ്പുകൾ പോലത്തെ ഒരു സ്ഥലം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ലോകത്ത് ആഗ്രഹിക്കുന്ന കാര്യമാണ് സത്യം പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്നത്. നമ്മളെല്ലാവരും ഒരു എന്താ പറയുക ഓഷ്യൻ വ്യൂ അല്ലെങ്കിൽ ഒരു സീ വ്യൂ ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ കുറേ ദൂരം പോയിട്ട് വാട്ടർഫാൾ കാണും അല്ലേ, വെള്ളച്ചാട്ടം കാണാൻ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം റിലേറ്റഡ് ആയിട്ട് കാണാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതന്നെയാണ് നമുക്ക് റിവാർഡായിട്ട് അല്ലെങ്കിൽ ജസായിട്ട് നമുക്ക് നൽകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് കമ്പയർ ചെയ്യുമ്പോഴും അത് വെറും നെയിംസ് മാത്രം. നമ്മൾ സ്വർഗത്തിൽ കാണുന്ന വെള്ളം നമ്മളിവിടെ കാണുന്ന പോലെയല്ല, നമ്മൾ സ്വർഗത്തിൽ കാണുന്ന ഫ്രൂട്ട്സ് നമ്മളിവിടെ കാണുന്ന പോലെയല്ല. പക്ഷെ അത് സെയിം നെയിം എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആണ് അള്ളാഹുവിൻ്റെ ജന്ന എന്ന് നമ്മൾ ഓർക്കുക. ആ ഒരു ജന്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എല്ലാ ഹാർഡ് വർക്കും ചെയ്യേണ്ടത്. ഈ വേൾഡ് വളരെ അള്ളാഹുവിൻ്റെ കണ്ണിൽ വളരെ എന്താ പറയുക ഒരു മരിച്ച ആടിൻ്റെ പോലെയും വിലയില്ലാത്ത, അല്ലെങ്കിൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്രയും പോലും വിലയില്ലാത്ത ഈ വേൾഡിൽ നമ്മൾ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. അള്ളാഹുവിൻ്റെ ജന്നാത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വേൾഡിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ജന്നാത്ത് ആദിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല അത് ഖാലിദീന ഫീഹ അബദ, അത് എന്നേക്കും അബദ്ധനായിട്ട് നമുക്ക് അതിൽ തന്നെ എന്താണ് സ്ഥിരവാസത്തിന് സാധിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്ത് അതിനിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. എല്ലാവരും ആ ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു എന്താ പറഞ്ഞത്? റളിയല്ലാഹു അൻഹും വറദു അൻഹു, അതായത് അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു. നമ്മൾ സുബ്ഹാനല്ലാഹ് ഓരോ സഹാബാക്കളെ പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ, ഉമർ റളിയല്ലാഹു അൻഹു, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു നമ്മൾ പറയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കാം, ആ ഒരു ദിവസം അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് റളിയല്ലാഹു അൻഹു, എന്താണ് അള്ളാഹു നിങ്ങളെ റളിയല്ലാഹു അൻക, അള്ളാഹു നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു ഡയറക്റ്റ്ലി അള്ളാഹുവിൻ്റെ അടിമയോട് പറയുന്ന ഒരു സിറ്റുവേഷൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേൾഡിൽ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലെന്താണ് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടണം എന്നുള്ളതാണ്. എന്നിട്ട് ആ ഒരു അവസാന ദിവസം അള്ളാഹു നമ്മളടുത്ത് പറയാണ് റളിയല്ലാഹു അൻക, അള്ളാഹു നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വാട്ട് മോർ വി വാണ്ട് അല്ലേ, അതിലും കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അത് മാത്രമല്ല, അപ്പോൾ നമ്മൾക്ക് ഹയസ്റ്റ് നമുക്കറിയാം ഈ ലോകത്ത് നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ മുഴുവനായിട്ടും സാധിക്കില്ല. എന്തെങ്കിലും ചെറിയ കാര്യം, ഇവൻ മക്കളാണെങ്കിലും നമ്മളുടെ സ്പൗസ് ആണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലൊക്കെ നമ്മളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അവർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാകും. പക്ഷെ അന്നേ ദിവസം അള്ളാഹു പറയണം, അള്ളാഹു കംപ്ലീറ്റ്ലി അള്ളാഹു എന്താണ് നമ്മിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിലും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയാണ്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല വറദു അൻഹു, അള്ളാഹു പറയാണ് അവർ അവനെ പറ്റിയും അള്ളാഹു പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതായത് അവരാഗ്രഹിച്ചത് എന്താണോ അധികം ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ഗിഫ്റ്റ് അള്ളാഹു നൽകിയിട്ട് അള്ളാഹു പറയാണ് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എത്ര ഹംബിളായിട്ടല്ലേ നമ്മളടുത്ത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കും. നമുക്കിനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്കിനി ഒന്നും വേണ്ട നമ്മൾ പറയും അല്ലേ. അവസാനം അള്ളാഹു പറയും നിങ്ങൾക്ക് എൻ്റെ വജ്ജ് കാണണ്ടേന്ന് ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, പിന്നെ ആ വജ്ജ് കണ്ടതോടു കൂടി അള്ളാഹു നൽകിയിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ള ജന്നൊന്നും ഒന്നല്ലാണ്ടാകുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. എന്നിട്ട് അവസാനമായിട്ട് അള്ളാഹു ഏകവചനത്തിലൂടെ പോകുന്നുണ്ട്. ദാലിക ലിമൻ ഖശിയ റബ്ബ, ആർക്കാണ് ഈ ജസാവും ജന്നാത്തുൽ ഫിർദൗസ് ജന്നാത്ത് അദിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറും ഖാലിദീന ഫീഹിം റളിയല്ലാഹു അൻഹു ഒക്കെ ആർക്കാണ്? ദാലിക ലിമൻ ഖശിയ റബ്ബ, ഏതൊരുവൻ തന്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു പോയിന്റ് ചെയ്തിട്ട് നമ്മളടുത്ത് വീണ്ടും ഓർമ്മപ്പെടുത്താനുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ വലുപ്പം മനസ്സിലാക്കിയിട്ട് അത്രയും വലിയ റബ്ബിനെയാണ് ഞാൻ ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഭയപ്പെടുന്ന ആളുകൾക്കുള്ളതാണ് ഈ ജന്നാത്ത് ആദിനും അതുപോലെ തന്നെ ഖാലിദീന ഫീഹിം റളിയല്ലാഹു ഒക്കെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. എല്ലാവരെയും ഈ ഒരു കൂട്ടത്തിൽ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഖശിയുള്ള അള്ളാഹുവിൻ്റെ വലുപ്പം മനസ്സിലാക്കിയിട്ട് അവനെ ഭയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ്
അള്ളാഹു സുബ്ഹാനഹു വ തആല ജഹന്നമിനെ കുറിച്ചും ജന്നത്തിനെ കുറിച്ചും പറഞ്ഞു. അതൊക്കെ അള്ളാഹുവിന്റെ ബിഗ്ഗസ്റ്റ് ക്രിയേഷൻസിൽ പെട്ടിട്ടുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതിന്റെ ഗ്രേറ്റ്നെസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഓർമ്മപ്പെടുത്തണം. അപ്പൊ വീണ്ടും ഓർമ്മപ്പെടുത്തണം, ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതിയല്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാഹ വയുഅത്തുസ്സകാഹ വദാലിക ദീനുൽ ഖയ്യിമ. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ ദീനുൽ ഖയ്യിമയിലാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് സത്യം സത്യമായിട്ടും തെറ്റിനെ തെറ്റായിട്ടും ബാത്തിലിനെ ബാത്തിലായിട്ടും കാണാനുള്ള തൗഫീക്ക് നൽകണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഇന്നത്തെ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജ്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സത്യത്തിനെ സത്യമായിട്ട് തന്നെ കാണിച്ചു തരാനും ബാത്തിലിനെ ബാത്തിലായിട്ട് തന്നെ കാണിച്ചു തരാനും നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റഡ് ആകരുത് എന്ന് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. കാരണം മുശ്രിക്കുകളും അതുപോലെ തന്നെ അഹ്ലുൽ കിതാബുകളും ഒക്കെ സത്യദീൻ അൽ ബയ്യിന വന്നതിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്യാൻ അവരുടെ ബഗയ കാരണം, അവരുടെ ഹൃദയത്തിലുള്ള ഹസദ് കാരണം അത് സാധിച്ചില്ല. അതുകൊണ്ട് അറിവ് മാത്രം ഉണ്ടായ പോരാ, നമുക്ക് എന്ത് വേണം? ഇഖ്ലാസ് വേണം. അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിൽ മുഴുവനായിട്ടും സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഹൃദയം ഉണ്ടാകണം. അതായത് ഖൽബുൻ സലീം നമുക്ക് വേണം. അങ്ങനത്തെ ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അള്ളാഹുവിലേക്ക് എന്താ പറയുക സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും മുഴുവനായിട്ടും അവന് കീഴൊതുങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ഫിഹ കുത്തുബും ഖയ്യിമ, ആ ഖയ്യിമായിട്ടുള്ള കുത്തുബ് പിൻപറ്റാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ആമീൻ. അതുപോലെ അള്ളാഹുവിനെ എന്താ പറയുക ഇബാദത്ത് ചെയ്യുന്നത് മുഖ്ലിസീന ലഹുദ്ദീൻ ഹനീഫായിട്ട്, അതുപോലെ എപ്പോഴും നമസ്കാരം നിലനിർത്തുന്ന സക്കാത്ത് കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷർറുൽ ബലിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊരിക്കലും ഈവൻ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിൻ്റെ അഗ്നിയിൽ പ്രവേശിക്കാൻ നമുക്ക് ഒരിക്കലും അതിനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹ് ആ ഒരു നരകത്തിൽ നിന്നും അള്ളാഹു എൻ്റെ കർമ്മങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു നിൻ്റെ കാരുണ്യം കൊണ്ട് ആ ഒരു നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെല്ലാവരും കാത്തുരക്ഷിക്കണമേ റബ്ബേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസ്, ജന്നാത്തുൽ അദ്നിൽ ഞങ്ങളെല്ലാവരും ഒരുമിപ്പിക്കണമേ റബ്ബേ. നീ ഞങ്ങൾ തൃപ്തിപ്പെടുന്നതിനാകണമേ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അങ്ങേയറ്റം കരഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനകൾ ഈ ഒരു അവസാന ആയത്തിലൂടെ നമുക്ക് കിട്ടാനുണ്ട് അല്ലേ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ അദ്നും അതിൽ നിത്യവാസികളാക്കണമേ റബ്ബേ. അതുപോലെ തന്നെ നിന്നെ കണ്ടുമുട്ടിക്കൊണ്ട് ആ ഒരു റിദ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ثبتنا عند الموت بلا إله إلا الله. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة ونعوذ بك من النار، ونعوذ بك من النار، ونعوذ بك من النار. الحمد لله الحمد لله. آخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ഈ ഒരു ക്ലാസ്സിൽ നിന്നും എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. എന്തെങ്കിലും തിന്മ വന്നിട്ടെങ്കിൽ എന്നിൽ നിന്നും ഷൈത്താനിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ നല്ല അമലുകളും അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.